നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. 1921 മലബാർ കലാപം, അതിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ ആ കലാപത്തെപ്പറ്റി വ്യത്യസ്തങ്ങളായ വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത്. ഏറ്റവും ഒടുവിലായി കേന്ദ്ര സർക്കാർ ആ കലാപത്തിൽ പങ്കെടുത്ത 387ഓളം പേരെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വാര്യംകുന്നൻ സ്വാതന്ത്ര്യ സമര സേനാനിയോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ അലി അക്ബർ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, കോൺഗ്രസ് വക്താവ് ശ്രീ സുശീൽ ഗോപാൽ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അലി അക്ബർ, ഈ 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് 4 സിനിമകളാണ് വ്യത്യസ്തരായിട്ടുള്ള സംവിധായകർ അനൗൺസ് ചെയ്തത്. ആ 3 സിനിമകളും ആ കലാപത്തിൻ്റെ നേതാവായ വാര്യംകുന്നിനെ ഒരു ഹീറോ ആയി ചിത്രീകരിക്കുന്നു. അങ്ങയുടെ സിനിമയിൽ വ്യത്യസ്തമായൊരു ആശയമാണ് പുറത്തു വരുന്നത്. ഈ മലബാർ കലാപത്തെ പറ്റി തന്നെ വ്യത്യസ്തങ്ങളായ ഭാഷ്യങ്ങളാണ് പലരും പറയുന്നത്. അതൊരു കാർഷിക സമരമാണ്, അല്ലെങ്കിൽ ജന്മിമാർക്കെതിരെയുള്ള സമരമാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമാണ്, അല്ലെങ്കിൽ വംശഹത്യയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു 1921 മലബാർ കലാപത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? ശ്രീ അലി അക്ബർ. മലബാർ കലാപത്തിൽ 1921 മാപ്പിള ലഹള എന്ന് നമ്മൾ പറയുന്നതിൽ വലിയ അർത്ഥമല്ല. അതിനു മുമ്പ് 50 വർഷവും ലഹളകൾ എല്ലാ വർഷവും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് മലബാറിൽ ലഹളകൾ ഉണ്ടാവുകയും ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് 21 എടുത്ത് മുന്നോട്ട് വെക്കുന്നതിൽ അർത്ഥമില്ല. 1921 മുമ്പും ഇത്തരത്തിലുള്ള ജിഹാദ് നിലപാടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പറയുന്നു. അത് പുതിയ കണ്ടെത്തലുമല്ല, കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അത് കോടതികളിൽ എത്തിയതാണ്. അതിന്റെ സംക്ഷിപ്ത രൂപങ്ങൾ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ 21 മാത്രം എടുത്തുകൊണ്ടല്ല, പക്ഷെ 21 എത്തിയത് ഒരു 50 കൊല്ലം ചുരുക്കിയത്. 50 കൊല്ലത്തല്ല ഞാൻ പറയുന്നത്, അതിനു മുമ്പ്, അതായത് മൈസൂർ സുൽത്താന്റെ കീഴിൽ മലബാർ മുസ്ലിം രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ഇതൊരു മുസ്ലിം രാജ്യമായിരുന്നു. ആ മുസ്ലിം രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന് ടിപ്പുവിനെ വധിക്കുകയും ശേഷം ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് മുസ്ലിങ്ങൾക്ക്, ഇവിടുത്തെ മലബാറിലെ മാപ്പിളമാർക്ക് ഈ ടിപ്പു സുൽത്താനെ വധിച്ചതിനുള്ള വൈരാഗ്യവും ഒപ്പം തങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വൈരാഗ്യവും അന്നേ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോ തങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വൈഷമ്യത്തിലാണ് പിന്നീടുണ്ടായ കലാപങ്ങൾ. മാത്രമല്ല, ടിപ്പു സുൽത്താൻ ഇത് സുൽത്താനേറ്റായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെയും ഈ മലബാറിലെ ഒട്ടുമിക്ക ഹിന്ദുക്കളും ഓടിപ്പോയിരുന്നു. അവരുടെ പാടങ്ങളും വീടുകളും ഒക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോയ ഹിന്ദുക്കൾ പിന്നീട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വന്നതിന് ശേഷമാണ് തിരികെ വരികയും അവരുടെ ഭൂസ്വത്തുക്കൾ തിരിച്ചു പിടിക്കുകയും ചെയ്ത്. അങ്ങനെയും ഒരു വൈരാഗ്യത്തിന്റെ വശം അതിന്റെ ഉള്ളിലുണ്ട്. ഇതിനൊന്ന് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് 21 ഖിലാഫത്ത് എന്ന് പറയുന്ന മൂവ്മെന്റിനെ മാത്രം എടുക്കുക. ഇനി ഖിലാഫത്ത് ആണെങ്കിലും ശരി, ഖിലാഫത്ത് എന്താണ്? തുർക്കിയിലെ സുൽത്താൻ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അനിഷേധ്യനായിട്ടുള്ള നേതാവാണ് ഖലീഫ. അപ്പൊ അത് മുഹമ്മദ് പ്രവാചകന് ശേഷം പരമ്പരയായിട്ട് തുടർന്നു വന്ന ആ ഖലീഫമാരായിരുന്നു മുസ്ലിംസിന്റെ അവസാന വാക്ക്. അങ്ങനെ തുർക്കിയിലെ അവസാനത്തെ ഖലീഫ, ആ ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കുന്നു. അതിനെതിരെ ഇന്ത്യയിൽ സമരം ചെയ്തു. അപ്പോൾ ഖിലാഫത്ത് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഖലീഫേറ്റ് തിരിച്ചു വരണം എന്നുള്ളതാണ് സമരത്തിന്റെ മുദ്രാവാക്യം. അന്ന് ഈ പറയുന്ന മാപ്പിള ലഹളക്കാർ വിളിച്ച മുദ്രാവാക്യം ഹമാര തക്ബീർ അല്ലാഹു അക്ബർ എന്നാണ്. അത് അല്ലാതെ ഈ ബ്രിട്ടീഷ് ഇന്ത്യ വിടുക എന്നുള്ള മുദ്രാവാക്യമല്ല മുടങ്ങിയത്. അലി അക്ബർ, ഒരു കാര്യം, ഈ ഇന്ത്യയിലെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലുള്ളവർ അവരുടെ ഒരു ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തുർക്കിയിലെ ഖലീഫയുടെ ഒരു സംരക്ഷണം മാത്രമായിരുന്നു, അതോ ദേശീയതയുമായി ഇവർക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നോ? ദേശീയമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ രണ്ടും, ഇപ്പൊ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ഇപ്പൊ എല്ലാവരും കൈകടി പാറുന്നുണ്ട്. അന്നത്തെ ഏറ്റവും കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മാധവൻ നായരല്ലേ ഇതിനെ കണിശമായിട്ട് വിമർശിച്ചത്. അന്ന് ഈ ഗാന്ധിജി ഒരു അബദ്ധം കാണിച്ചു, അത് സത്യമാണ്.
കാരണം ഗാന്ധിജി കരുതിയത് ബ്രിട്ടീഷുകാരോടുള്ള മുസ്ലിങ്ങളുടെ വൈരാഗ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ധാരണ ഗാന്ധിജിക്കുണ്ടായിരുന്നു. പക്ഷെ അതേ ഗാന്ധിജി പറഞ്ഞു പിന്നീട് ഈ പറയുന്ന ആയിരക്കണക്കിന് ഹൈന്ദവരുടെ രക്തം ഈ ഒഴുകിയത് കണ്ടപ്പോ പറഞ്ഞു ഇത് സ്വാതന്ത്ര്യ സമരമല്ല, പകരം ഇത് മാപ്പിള ലഹളം തന്നെയാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ഓക്കെ, ശ്രീ അലി അക്ബർ, ഇതിന് ഉത്തരം നൽകേണ്ടത് ശ്രീ കോൺഗ്രസ് വക്താവ് ശ്രീ സുശീൽ ഗോപാലാണ്. ശ്രീ സുശീൽ ഗോപാൽ, ഈ മലബാർ ലഹളയുടെ അവരുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ശ്രീ അലി അക്ബർ പറഞ്ഞതുപോലെ അവർക്ക് ദേശീയതയുമായി യാതൊരു ബന്ധവുമില്ല. തുർക്കിയിലെ ഈ ഖലീഫയുടെ ഒരു സംരക്ഷണം, അവരുടെ ഒരു ശത്രു ബ്രിട്ടനാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ശത്രു ബ്രിട്ടനാണ്. അപ്പോൾ ഒരു കോമൺ എനിമി എന്ന നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ കോൺഗ്രസുമായി ഒരു ടൈപ്പായി. പക്ഷേ അതിനുശേഷം നടന്ന ഈ മലബാർ കലാപം നമുക്കറിയാം. ശ്രീ കെ മാധവൻ നായർ, അതോടൊപ്പം തന്നെ ശ്രീമതി ആനി ബസന്തൊക്കെ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നഖശിഖാന്തം എതിർത്തിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ പല നേതാക്കളും ഈ മലബാർ കലാപത്തെയൊക്കെ ഒരു ദേശീയതയുമായി കൂട്ടിച്ചേർത്ത് വായിക്കുന്നത്? ശ്രീ സുശീൽ ഗോപാൽ. ഇവിടെ അലി അക്ബർ സാർ പറഞ്ഞു, അതായത് കോൺഗ്രസ്സുകാര് കൂട്ടിച്ചേർത്തതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ട് അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മൂവ്മെന്റ് ആക്കി മാറ്റിയെടുത്താന്ന് എനിക്ക് സൂചിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ദേശീയ വികാരം മാത്രമായിട്ട് എല്ലാ ഭാഗത്തും ഒരേ വികാരത്തോടു കൂടി രൂപീകൃതമായ ഒരു സമരമാർഗമല്ല. പലയിടത്തും കർഷക സമരങ്ങൾ, പലർക്കും നിസ്സഹകരണ സമരങ്ങൾ, ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെ പല രീതിക്ക് പല ഭാഗങ്ങളിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട സമരങ്ങളാണ് പിന്നീട് എല്ലാം കൂടി സ്വാംശീകരിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരമായി മാറിയത്. പിന്നെ ഈ പേരിന് തന്നെ അകത്ത് തന്നെയുണ്ട് മാപ്പിള ലഹള എന്നൊക്കെ പറയുന്നുണ്ട്, മലബാർ ലഹള എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് ഒരു ഇല്ലീഗൽ മൂവ്മെന്റ് ആണ്. ലഹള എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ആക്ഷൻ ആണ്. അതിനകത്ത് എല്ലാം ലീഗലായി നടന്ന, വളരെ സ്ക്രൂട്ടനൈസ്ഡ് ആയി, വളരെ പ്രൊഫഷണലൈസ്ഡ് ആയി നടന്ന ഒരു ജനകീയ മൂവ്മെന്റ് ഒന്നുള്ളത്. അതിനകത്ത് പലപ്പോഴും പലതരത്തിലുള്ള ഇതുമായി ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വെല്ലുവിളിക്കാവുന്ന രീതിക്കുള്ള പല ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടാകാം. പക്ഷെ ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യപ്രാപ്തി എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് സ്വാഭാവികമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള വലിയൊരു ജനകീയ മൂവ്മെന്റിന്റെ ഭാഗമായി മാറുകയും അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് കൃത്യമായുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഒന്ന് ഇടപെടുകയാണ് സൂക്ഷിക്കുക. നമുക്കറിയാം, ഒരു സമരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പം സമരത്തിന്റെ ആ ഒരു ആദ്യത്തെ ഒരു ലക്ഷ്യം ചിലപ്പോൾ നല്ലതായിരിക്കാം. പക്ഷേ സമരത്തിന്റെ ആ ഒരു വിജയം നമ്മൾ കണക്ക് കൂട്ടുന്നത് ആ സമരം എങ്ങനെ പ്രോഗ്രസ് ചെയ്തു, അത് എങ്ങനെ അവസാനിച്ചു എന്നതിനെയൊക്കെ ഒരു അടിസ്ഥാനപ്പെടുത്തിയില്ലേ? അങ്ങ് പറഞ്ഞതുപോലെ ഇത് ബ്രിട്ടീഷ് വിരോധം തീർച്ചയായും ആ സമരത്തിലുണ്ട്, കാരണം അവരുടെ കോമൺ എനിമി ബ്രിട്ടീഷ് തന്നെയാണ്. പക്ഷേ ഒരു ദേശീയ താല്പര്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ വാര്യംകുന്നത്തിനെ പോലെയുള്ളവർ മലബാറിൽ, ഈ ഏറനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ സ്വന്തമായിട്ടുള്ളൊരു സാമ്രാജ്യം, ഒരു 6 മാസത്തോളം സ്വന്തമായൊരു സാമ്രാജ്യം സ്ഥാപിച്ച ദേശീയതയുമായി നമുക്കത് എങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയും? സ്വാഭാവികമായിട്ടും അന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രമോ അല്ലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനമോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് പലപ്പോഴും, വാര്യംകുന്നം ഒരു നാട്ടുരാജാവ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പല സ്ഥലങ്ങളിലും 700-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് പല സ്വാതന്ത്ര്യ സമരങ്ങളും ആരംഭിച്ചതും, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ചതും ആ രാജ്യങ്ങളിൽ നിന്നാണ്. ഇപ്പൊ വാര്യംകുന്നൻ അങ്ങനെ ഒരു ലഹളയുമായി മുന്നോട്ട് വരികയും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അധീനതയിൽ അദ്ദേഹത്തിന്റെ അധീനതയിൽ എത്തിപ്പെട്ട ഒരു സ്ഥലത്തിന് അദ്ദേഹം മലയാള രാജ്യം എന്ന് പേര് നൽകി സ്വന്തം ഒരു അധികാരം ഉപയോഗിക്കാവുന്ന സ്ഥലത്തെ ഉണ്ടാക്കി എന്നതിന് അത് ഒരിക്കലും ഈ പറയുന്ന ഒരു വർഗീയ സമരമായോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് പറഞ്ഞ് ഇന്ന് ഈ 100ാമത്തെ വർഷം ആ സമരത്തിന്റെ, ആ ലഹളയുടെ 100ാമത്തെ വർഷം കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ പേരിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിനകത്ത് ഇന്നത്തെ രാഷ്ട്രീയമാണ് ഏറ്റവും അധികം പ്രസക്തമാകുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ സുശീൽ ഗോപാൽ. ശ്രീ രാഹുൽ ഈശ്വർ, സുശീൽ ഗോപാൽ പറഞ്ഞതുപോലെ ഇപ്പം ഈ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് അലി മുസ്ലിയാർ പോലുള്ള നേതാക്കളുണ്ട്. വാര്യംകുന്നത്തിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വാര്യംകുന്നത്ത് ഒരു രാജ്യം സ്ഥാപിക്കുന്നു.
അത് സ്വാഭാവികമായ ഒരു സ്വാതന്ത്ര്യ സമര പ്രക്രിയയുടെ ഒരു ഭാഗമാണ് എന്നൊരു വാദമാണ് ശശി ഗോപാൽ ഉന്നയിച്ചത്. പക്ഷേ അവിടെ നടന്നിരിക്കുന്ന അതിക്രമങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും ഒക്കെ ഒരു ചരിത്രത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? 3 നെറേറ്റീവുകൾ, 3 പാരഡൈം അല്ലെങ്കിൽ പരിപ്രേക്ഷ്യങ്ങളാണ് പ്രധാനമായി ഇതിനുള്ളത്. ഒന്ന് ഒരു നാഷണലിസ്റ്റിക് എന്ന് വിളിക്കുന്ന പൊസിഷനാണ്, 2 ഒരു സെക്യുലറിസ്റ്റിക് എന്ന് വിളിക്കുന്ന പൊസിഷനാണ്, 3 ഒരു ഗാന്ധിയൻ സെൻട്രിസ്റ്റ് പൊസിഷനാണ്. ഇതിലെ നാഷണലിസ്റ്റിക് പൊസിഷനെ ആദ്യം മുതലേ എടുത്തിരുന്നത് ആനി ബസന്റിനെ പോലുള്ളവർ, ബാബാ സാഹേബ് അംബേദ്കറിനെ പോലുള്ളവർ ഒക്കെയാണത്. ഇന്ന് നമ്മുടെ സംഘപരിവാർ ആരാധ്യരായ പരിവാർ പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെയാണ് ആ പൊസിഷൻ പൊതുവെ അങ്ങനെ ഒരു പൊസിഷൻ വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ലെഫ്റ്റ് ലിബറൽ പൊസിഷൻ പൊതുവെ എടുത്തിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസിലെ നെഹ്റുവിയൻ ആൾക്കാർ, കുറെ കൂടെ ഒരു സെൻട്രിസ്റ്റ് ബാലൻസ് പൊസിഷൻ എടുത്തിരുന്നത് മഹാത്മാഗാന്ധിയാണ്. ഇതാണ് ചരിത്രത്തിന്റെ 3 പ്രധാനപ്പെട്ട വായനകൾ. വേറെയുമുണ്ട്, ഇസ്ലാമിസ്റ്റ് വായനകളൊക്കെ വേറെയുണ്ട്, എന്നാലും 3 പ്രധാന ചിന്താധാരകൾ ഇവയാണ്. ഇതിൽ ലെഫ്റ്റ് ലിബറൽ പൊസിഷൻ പലപ്പോഴും ഈ ഹിന്ദു ജനോസൈഡിനെ അല്ലെങ്കിൽ ഹിന്ദു വംശഹത്യയെ കാണുന്നില്ല, നിർബന്ധിത മതപരിവർത്തനങ്ങളെ കാണുന്നില്ല. സാക്ഷാൽ മഹാത്മാഗാന്ധി, ബാക്കിയുള്ളവരെ വിടാം, സാക്ഷാൽ മഹാത്മാഗാന്ധി സെപ്റ്റംബർ 8, 1921 ഈ മൂവ്മെന്റ് സ്ട്രിക്ട്ലി നോൺ വയലന്റ് ആയിരുന്നില്ല എന്നും ഒക്ടോബർ 20 സാക്ഷാൽ മഹാത്മാഗാന്ധി ഈ നിർബന്ധിത മതപരിവർത്തനങ്ങളെ കുറിച്ച് എടുത്തു പറയുകയും അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വളരെ എഫക്റ്റീവാണ്. മുസൽമാന്മാരിലെ ഈ തീവ്ര സ്വരക്കാരെ, ഫാനറ്റിക്കൽസിനെ തള്ളിപ്പറയാൻ അവരിലെ മിതവാദികൾ മുമ്പോട്ട് വരണമെന്നും നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഇതിന്റെ ഷെയിമും ഹ്യൂമിലിയേഷനും ഉണ്ടാകണം, അത്രമാത്രം ലൂട്ടിങ്ങും ഫോഴ്സിബിൾ കൺവേർഷനും ഉണ്ടായിന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോ എന്നാൽ അതോടൊപ്പം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ആലി മുസ്ലിയാരെ പോലെ കുറെ കൂടെ മോഡറേറ്റ് ആയിട്ടൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. 2 ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയത്, ഞാൻ 2 ദിവസം മുമ്പ് ഏഷ്യാനെറ്റിൽ നമ്മുടെ നിലമ്പൂർ കോവിലകത്തെ ഇന്നത്തെ തലമുറക്കാരന്റെ തമ്പുരാന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. നിമിഷം ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങ് പറഞ്ഞ 1921 സെപ്റ്റംബറിൽ തന്നെ മഹാത്മാഗാന്ധി ഈ ഒരു സമരത്തെ തള്ളിപ്പറഞ്ഞു എന്നാണോ? അല്ല, ഫ്ലാഗ് ചെയ്യുന്നുണ്ട്. ഇനിയും സത്യസന്ധമായ ശ്രീ അലി അക്ബർ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മഹാത്മാഗാന്ധി നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിലെ വലിയൊരു വിഭാഗത്തിന്റെ സപ്പോർട്ട് കൂടി കിട്ടാൻ വേണ്ടിയാണ് ഖിലാഫത്തിനെ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരമായി കൂട്ടിക്കെട്ടുന്നത്. അത് ശരിയോ തെറ്റോ മറ്റൊരു തർക്കമാണ്. ഈ ഖലീഫ തന്നെ തർക്കമാണ്. കാര്യം ഖലീഫയ്ക്കെതിരെയാണല്ലോ അറബ് അപ്രൈസിംഗ് ഉണ്ടാകുന്നതും. ഇന്ന് കാണുന്ന രീതിയിൽ അറബി സ്റ്റേറ്റ്സിനെ വെസ്റ്റേൺ പവേഴ്സ്, പാശ്ചാത്യ ശക്തികൾ സപ്പോർട്ട് ചെയ്യുകയും ടർക്കിയിലെ കാലിഫേറ്റ് ഒക്കെ ഇല്ലാതാകുകയും ചെയ്തു. പക്ഷെ മഹാത്മാഗാന്ധി ഒരു ഹിന്ദു മുസ്ലിം ഐക്യവും, മഹാത്മാഗാന്ധി ഒരു സമയത്ത് ഈ ഖിലാഫത്ത് നമ്മുടെ കാമധേനുവായി മാറുമെന്ന് വരെ പറഞ്ഞിരുന്നു. അതായത് മുസ്ലിം സഹോദരങ്ങളുടെ സപ്പോർട്ട് കിട്ടുകയും നമ്മുടെ പശു സംരക്ഷണത്തിന്, ഗോമാതാവിനെ കൊല്ലാതിരിക്കാനുള്ള നമ്മുടെ പ്രയത്നത്തിന് മുസ്ലിം സഹോദരങ്ങളുടെ സപ്പോർട്ട് ഈ ഖിലാഫത്തിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി വരും. ഗാന്ധിജി വളരെ ശുദ്ധഹൃദയനായി വളരെ ഓണസ്റ്റ്ലി ശ്രമിച്ചൊരു കാര്യമാണ്. പക്ഷേ സംഭവിച്ച കാര്യം, ആദ്യ സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു അതിന്റെ തുടക്കമെങ്കിലും പിന്നീട് അത് വളരെയധികം ഒരു ഹിന്ദു, അവിടുത്തെ എസ്പെഷ്യലി ഹിന്ദു മുന്നോക്ക വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ ബാധിച്ചൊരു കാര്യമായി മാറി. അവിടെയാണ് ഇത് സത്യസന്ധമായി പറഞ്ഞാൽ പല ലെയറുകളുണ്ട്. വാര്യംകുന്നത്ത് ഹാജി, വാര്യംകുന്നത്തിന്റെ പല ആസ്പെക്ട്സും കാണുമ്പോൾ നമുക്ക് ആലി മുസ്ലിയാർ അടക്കമുള്ളവരെ തിരസ്കരിക്കാൻ കഴിയില്ല. ആലി മുസ്ലിയാരൊക്കെ കുറെ കൂടെ മോഡറേറ്റ് ആയിരുന്നു. അവിടെ ഒരുപാട് നിലമ്പൂർ കോവിലകത്തെ തമ്പുരാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ അടക്കം പല കുടുംബങ്ങളെ രക്ഷിച്ചത് അവിടുത്തെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളായിരുന്നു, അവരാണ് ഞങ്ങൾക്ക് കാവൽ നിന്നത്, അവിടുത്തെ തമ്പുരാനെ അടക്കം രക്ഷപ്പെടാൻ സഹായിച്ചത് അവരാണ്. പിന്നീട് ശരിയാണ്, ടിപ്പുവിന്റെ കാലത്ത് തുടങ്ങിയ ഒരു പ്രശ്നം ഇതിന്റെ പിന്നിലുണ്ട്. അതായത് ടിപ്പുവിന്റെ കാലത്ത് പൊതുവെ അവിടുത്തെ നാടുവാഴികൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന വിഭാഗങ്ങളെ അവരൊരു ഡീ പൊളിറ്റിക്കൽ പവറിൽ അവരെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം ഇല്ലാതാക്കി ബ്രിട്ടീഷുകാർ തിരിച്ചു വന്നു. അങ്ങനെ ഒറ്റ വരി കൂടി ഒരു കോംപ്ലക്സ് ഹിസ്റ്ററിയാണ്. പക്ഷേ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, 1921 ഒരുപാട് മുറിവുകളും വേദനയും ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും ആ മുറിവിൽ ഉപ്പിടുന്നതിന് പകരം, എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം ചരിത്രത്തിന്റെ തെറ്റുകളെ തെറ്റായി കാണുകയും മോഡറേറ്റ് സ്പേസസ് ഉണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കുകയും അതോടൊപ്പം ഇന്ന് പരസ്പര വൈര്യം ഉണ്ടാക്കാതിരിക്കുന്ന രീതിയിൽ അത് സംസാരിക്കാൻ കഴിയണം. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ കൺക്ലൂഷനും. മഹാത്മാഗാന്ധി എന്റെ ഹൃദയം നൊന്തു പിടയുന്നു അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരിട്ട സംഭവങ്ങളെ കുറിച്ച് ഓർത്ത് എന്നടക്കം എഴുതിയിട്ടുണ്ട്. അപ്പോ അവിടെ സംഭവിച്ചത് വേദനാജനകമാണ്. പിന്നീട് ഒരു കാര്യം കൂടി, ഈ മലയാള രാജ്യം എന്നൊക്കെ ഉള്ളത് പിന്നീട് വന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുടെ കുറെ കൂടി ഒരു ഫാൻസിഫുൾ ഇന്റർപ്രിട്ടേഷൻ കൂടിയാണ്. അദ്ദേഹം ഈ അൽ ദൗള എന്ന പേരുള്ള രാഷ്ട്രം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. ആ കാലത്ത് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, അതിന് പരമാവധി മുസ്ലിം സമൂഹത്തെ കൂടെ കൂട്ടേണ്ടത് ആവശ്യമായിരുന്നു, അതൊക്കെ സത്യം. അപ്പോ ചരിത്രത്തിന് പല വായനകളുണ്ട്. അപ്പോൾ ഷെയ്ഡിയായ ഗ്രേ ഏരിയയെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം ചരിത്രത്തിലെ തെറ്റുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ശരിയല്ല.
തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റാണെന്നും, വിശിഷ്യ ഒരു കാര്യം കൂടി, ചരിത്രത്തിൽ ഇതിന്റെ ദുരന്തം അനുഭവിച്ചവരും അവരുടെ പിൻതലമുറക്കാരും ഇന്നും ഉണ്ട്. അതുകൊണ്ട് അവരുടെ വേദനകളെ മറന്നുകൊണ്ട് നമുക്ക് ഗ്ലോറിഫൈ ചെയ്യരുത്. ഒരു ഗാന്ധിയൻ പൊസിഷനിൽ നിന്നുകൊണ്ട്, ഒരു സെൻട്രിസ്റ്റ് പൊസിഷനിൽ നിന്നുകൊണ്ട് അതിന്റെ നെഗറ്റീവുകളെ നെഗറ്റീവായി പറയുകയും ചരിത്രത്തിൽ അതിൽ നിന്ന് പാഠങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ ആ പാഠങ്ങൾ എടുക്കാനുള്ള ഒരു നന്മയും കൂടി നമ്മൾ കാണിക്കണം, ഏകപക്ഷീയമായി വൈറ്റ് വാഷ് ചെയ്യാതെ. ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി അങ്ങോട്ട് ചോദിക്കാം. അങ്ങ് സൂചിപ്പിച്ചു ഈ അൽദൗള ആ ഒരു രാജ്യം സ്ഥാപിച്ചു. അവിടെ ഈ വാര്യംകുന്നത്ത് കൊണ്ടുവന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ആ കാലത്ത് ഒത്തിരിയേറെ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അത്തരം നാട്ടുരാജ്യങ്ങളോട് നമുക്ക് ഈ അൽദൗള എന്ന വാര്യംകുന്നത്തിന്റെ സാമ്രാജ്യത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുമോ? അവിടെ എങ്ങനെയായിരുന്നു നിയമ സംവിധാനങ്ങളും ഭരണമൊക്കെ ആ സമയത്ത്? പൂർണ്ണമായി കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ ഞാൻ ഹിന്ദുക്കളുടെ രാജാവാണ്, മുസ്ലിങ്ങളുടെ സുൽത്താനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഹിന്ദുവിനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ദി ഹിന്ദുവിൽ എഴുതിയ കത്തിന് അദ്ദേഹം തന്നെ നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടന്നു എന്നും പക്ഷേ അത് ബ്രിട്ടീഷുകാരാണ് ചെയ്തതെന്നുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധിത മതപരിവർത്തനങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ട്, പക്ഷേ പൂക്കോട്ടൂരെയൊക്കെയുള്ള ചില ആൾക്കാർ, അവിടുത്തെ ചില മുസ്ലിം പണ്ഡിതർ ചെയ്തിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ അദ്ദേഹം ഒരു ഡിഫൻസായി പറയുന്നത്, പലപ്പോഴും നേതാക്കൾക്ക് എല്ലാ അണികളിലും ഒന്ന് ഹോൾഡ് കിട്ടണമെന്നില്ല. അവിടെയാണ് മഹാത്മാഗാന്ധി അടക്കമുള്ളവരുടെ മഹത്വം നമ്മൾ കാണേണ്ടത്. ചൗരി ചൗര ഇൻസിഡന്റിലൊക്കെ തെറ്റിപ്പോയപ്പോൾ ആ ഹോൾ മൂവ്മെന്റ് ക്യാൻസൽ ചെയ്യാൻ അദ്ദേഹത്തിനൊരു ധൈഷണികമായ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സിൻസിയറിറ്റി കാണിച്ചു. അതുപോലുള്ള ഒരു ലീഡർഷിപ്പ് ഒന്നും മലബാർ റെബല്യന് ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള ഒരുപാട് പേർ, അതായത് അവിടുത്തെ മുസ്ലിം ലീഡർഷിപ്പിലെ നന്മയുള്ള ഒരുപാട് പേർ, കലാപത്തോട് ബന്ധപ്പെട്ടല്ല അല്ലാതെ തന്നെ മലബാറിലെ മുസ്ലിം ലീഡർഷിപ്പ് ഉണ്ട്. പക്ഷേ ചരിത്രത്തിൽ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇടതുപക്ഷത്തെ സുഹൃത്തുക്കൾ, ലെഫ്റ്റ് ലിബറലുകൾ പ്രധാനമായി ചെയ്യുന്നത് ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ ഫുൾ കണ്ണടച്ചിരുത്തി ഇരുട്ടാക്കിക്കൊണ്ട് അമ്പലങ്ങൾ ആക്രമിക്കപ്പെട്ടത്, നിർബന്ധിത മതപരിവർത്തനങ്ങൾ, ആനി ബെസന്റ് ഒക്കെ എഴുതിയത് വേദനാജനകമാണ്. ടി വിയിൽ പറയാൻ പോലും എനിക്ക് വിഷമകരമാണ്. അത്രമാത്രം വിഷമകരമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് നേരെ ഭഗത് സിംഗിനോടൊക്കെ ഉപമിക്കുമ്പോൾ അത് വിഷമകരമായ ഒരു കാര്യമാണ്. നേരെ ഭഗത് സിംഗിന്റെ കമ്പാരിസൺ ഒക്കെ ശ്രീ എം ബി രാജേഷിന്റെ വളരെ വിഷമകരമാണ്. അപ്പം ശ്രീ രാഹുൽ ഈശ്വർ, ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തെ, ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു മലബാർ തന്നെ 18,000-ഓളം ഖിലാഫത്ത് വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ഒരു വേഷ സംവിധാനങ്ങൾ, തക്ബീർ വിളികളാണ് അവരുടെ മുദ്രാവാക്യം. അതോടൊപ്പം തുർക്കി തൊപ്പി, അവരുടെ പതാകയിൽ ഖുർആൻ വചനങ്ങൾ എഴുതിയിരിക്കുന്നു. കാര്യം ഒരു പ്രസിദ്ധമായ തൃശ്ശൂർ സംഭവം പോലും നമുക്കറിയാം. ഇവിടുത്തെ നസ്രാണികളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഖിലാഫത്ത് പോരാളികൾ തൃശ്ശൂർ കൂടി ഫ്ലാഗ് മാർച്ച് നടത്തുന്നു. അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു സ്വഭാവമായിരുന്നു ഈ ഖിലാഫത്ത് വോളണ്ടിയേഴ്സിൻ്റെത്. ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ. ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ പലരും സൂചിപ്പിക്കാറുള്ളത് പോലെ, നമ്മൾ കേൾക്കുന്നത് പോലെ ഇവിടെ ചരിത്രമില്ല, ചരിത്ര വ്യാഖ്യാനങ്ങളേ ഉള്ളൂ. ഈ ചരിത്ര വ്യാഖ്യാനത്തിൽ വരുന്ന വീഴ്ചകളാണ് ഇപ്പോൾ പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ഖിലാഫത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അലി അക്ബറും അതുപോലെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറും ഒക്കെ കൃത്യമായി പറഞ്ഞു. അവർ പറഞ്ഞത് ഖിലാഫത്ത് എന്ന് പറയുന്നത് ആഗോള തലത്തിൽ തന്നെ ഖലീഫയെ സ്ഥാപിച്ചെടുക്കുവാനുള്ള, ഖലീഫയെ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു മൂവ്മെന്റ് ഭാഗമായി ഇന്ത്യയിൽ ഉയർത്തെഴുന്നേറ്റ ഒരു പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അതിനെ ഒരുപക്ഷെ ദേശീയ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളുമായി കൂട്ടിക്കിട്ടിയാൽ അതൊരു പരിധിവരെയെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് കുറച്ചുകൂടി ഒരു അപ്പർ എഡ്ജ് കൊടുക്കുമെന്ന് ഗാന്ധി ചിന്തിച്ചിട്ടുണ്ട്. ആ ഗാന്ധിജിയുടെ ചിന്താധാരയിൽ നിന്നാണ് തീർച്ചയായിട്ടും ഈ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഖിലാഫത്ത് മാപ്പിള ലഹളകളൊക്കെ ഇതിന്റെ ഭാഗമായി തീരുന്നത്. പക്ഷെ ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്, ഗാന്ധിജിയുടെ 1921 യങ് ഇന്ത്യ എന്ന് പറയുന്നതിൽ ഗാന്ധിജി രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. സെപ്റ്റംബർ മാസത്തിൽ ഗാന്ധിജി പറയുകയാണ്, മലബാറിൽ സംഭവിച്ച കാര്യങ്ങൾ അവിടുത്തെ ചുറ്റുപാടുകൾ ശരിക്കറിയാവുന്ന നമ്മുടെ എല്ലാം മനസ്സിനെ കാർന്നു തിന്നുകയാണ്. നമ്മുടെ മാപ്പിള സഹോദരന്മാർക്ക് ഭ്രാന്തി പിടിച്ചു എന്ന് ഓർമ്മിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ രക്തം വാർന്നൊലിക്കുകയാണ്. അവർ ഉദ്യോഗസ്ഥരെ വധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയം വേദനിക്കുകയാണ്. അവർ ഹിന്ദു വീടുകൾ കൊള്ളയടിക്കുകയും അതുപോലെ തന്നെ 100 കണക്കിന് സ്ത്രീ പുരുഷന്മാരുടെ അവരെ ഭവനരഹിതരും ഭക്ഷണരഹിതരുമാക്കുകയും ചെയ്യുമ്പോൾ എന്റെ വേദനയ്ക്ക് അതിരില്ല. ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് ബലാത്കാരമായി മതം മാറ്റാൻ ശ്രമിക്കൂ എന്നോർക്കുമ്പോൾ ഞാൻ നീറിപ്പോകുകയാണെന്ന് ഗാന്ധിജിയുടെ വാക്കുകളാണിത്. അപ്പൊ ഗാന്ധിജി ആ തരത്തിൽ കൃത്യമായിട്ട് അതിനെ പറഞ്ഞിട്ടുണ്ട്.
ഒരു പക്ഷേ പ്രാരംഭത്തിൽ അതൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് അത് കൈവിട്ടു പോയിട്ട് ഒരു ഇത്തരത്തിലുള്ള ഒരു മാപ്പിള ലഹളയായി അത് മാറുകയും അവിടെ ഹൈന്ദവ സഹോദരങ്ങളെ വേട്ടയാടുകയും അതുകൊണ്ട് തന്നെയാണ് MGS-നെ പോലുള്ളവർ അദ്ദേഹത്തിന്റെ മുൻ പുസ്തകങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അനേകര് അവിടുന്ന് വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരിക, ഒരുപാട് പേരുടെ കഴുത്തറത്ത് കൊല്ലപ്പെടുക, അതിനുശേഷം അവരെ കോഴിക്കോട് കൊണ്ടുവന്ന് കേശവമേനോനും മാധവൻ നായരും ഒക്കെ ചേർന്ന് താമസിപ്പിക്കുക, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി ഇപ്പോൾ MGS പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതിലും അദ്ദേഹത്തിന്റെ പല പ്രശ്നങ്ങളുടെയും ക്ലിപ്പിംഗ് എന്റെ കയ്യിലുണ്ട്, അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കോൺഗ്രസിന് തന്നെ ലീഡറായിരുന്ന അരിയാടൻ മുഹമ്മദ് എന്താണ് പറയുന്നത്? അദ്ദേഹവും പറയുന്നത് ഇതൊരു കമ്മ്യൂണൽ റൈറ്റായി മാറി, ഒരു കമ്മ്യൂണൽ റൈറ്റായിരുന്നു. ഹിന്ദുക്കളെ അത്തരത്തിൽ അവരുടെ ഇല്ലങ്ങളെയും ഒക്കെ വേട്ടയാടുന്ന സാഹചര്യങ്ങളുണ്ടായി, മറ്റു സമുദായങ്ങളോട് അധിനിവേശനം കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. അപ്പൊ ചരിത്രത്തിന്റെ ചില മേഖലകളെ നമ്മൾ ബോധപൂർവം ഒരു സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ ചിലതൊക്കെ മറക്കേണ്ടി വരും, ചിലതൊക്കെ മറക്കേണ്ടി വരും, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പുറത്തു വരുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അതിനകത്തെ ന്യായാന്യായങ്ങളെ നമ്മൾ തിരിച്ചറിയണം. കാരണം ഇവിടെ നടക്കുന്ന സമരത്തില് സ്വാതന്ത്ര്യ സമരമാണ് അല്ലെങ്കിൽ കർഷകർക്ക് ജന്മിമാർക്കെതിരായുള്ള സമരമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മതപരിവർത്തനത്തിന്റെ പരിവേഷം? അതിന്റെ പ്രസക്തി എന്താണ്? അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ വാസ്തവത്തില് ഈ മതപരിവർത്തനത്തിന്റെ പരിവേഷം ഇവിടെ കാണുമ്പോൾ അല്ലെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇത് സ്വാതന്ത്ര്യ സമരത്തിന് അപ്പുറത്തേക്ക് കടന്നു പോയിട്ട് ഇത്തരത്തിലുള്ള ചില പരിവേഷങ്ങൾ അല്ലെങ്കിൽ ചില പ്രക്രിയകൾ അല്ലെ ചില പ്രവർത്തനങ്ങൾ അവിടെ ശക്തമായ സമൂഹത്തിൽ നടന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ തമസ്കരിച്ചിട്ട് കാര്യമില്ല. അത് ചിന്തകരെല്ലാവരും പറയുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ സംഭവിച്ചതിനെ എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മുടെ രാഹുൽ പറഞ്ഞതുപോലെ അതിന്റെ ഇടനാലിനെ കീറി വീണ്ടും അത് നമ്മുടെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത്. മറിച്ച് വന്നുപോയ തെറ്റുകളെ എപ്പോഴെങ്കിലും തിരുത്തണ്ടേ? ആ തിരുത്തലുകൾക്ക് നമ്മൾ വിധേയരാകുകയാണ്. അത്തരം തിരുത്തലുകൾക്ക് വേണ്ടി ICHR പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അതിനെ പഠിച്ചിട്ട് അവർ തിരുത്തലുകൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശരിയായ കാര്യങ്ങളെ അംഗീകരിക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇവിടെ ഏതായാലും നടന്നിരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമരത്തിനപ്പുറത്തേക്ക് കടന്നിട്ട് തീർച്ചയായിട്ടും ഒരു വംശീയ കലാപം അല്ലെങ്കിൽ മറ്റുള്ള സമൂഹങ്ങളെ ഉന്മൂലനം ചെയ്ത് മറ്റു മതങ്ങളോട് ഇത്തരത്തിലുള്ള മതസ്പർദ്ധ വളർന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെ ആർക്കും നമസ്കരിക്കാൻ കഴിയില്ല. തിരിച്ചു വരാം. ശ്രീ അലി അക്ബർ, നമുക്കറിയാം ചരിത്രത്തിൽ ഒരു സംഭവം അതിനൊരു ഒറ്റ വെർഷനേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വാര്യംകുന്നത്തിനെ കുറിച്ചും ഈ മലബാർ ലഹളയെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെർഷൻസ് പുറത്തു വരുന്നത്? പ്രത്യേകിച്ച് ചിലർ അദ്ദേഹത്തെ വാര്യംകുന്നിനെ ഒരു ഹീറോ ആയി ചിത്രീകരിക്കുന്നു, ചിലർ നമ്മൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു മതപരിവർത്തനം അല്ലെങ്കിൽ ആ രീതിയിൽ ചിത്രീകരിക്കുന്നു. എന്തുകൊണ്ടാണ് 100 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ ഒരു ലഹള ഇത്ര ഒരു വിവാദമായി മാറുന്നത്? ശ്രീ അലി അക്ബർ. സത്യത്തില് ഞാൻ 2 വർഷം മുമ്പാണ് ഈ വിഷയം ഒന്ന് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഞാൻ പുസ്തകത്തിൽ നിന്നല്ല പഠിച്ചത്. ഞാൻ ഇത് സംഭവിച്ച ഓരോ തറവാടുകളിൽ ആ തറവാടുകളിൽ ഇന്നും ഈ മരണപ്പെട്ടവരുടെ കൊച്ചുമക്കളുണ്ട്, ഒരു വിദ്യാഭ്യാസമുള്ളവരാണ്. ഞാൻ അവരോട് സംവേദിച്ചു. അവരെന്നെ കൊണ്ടുപോയി കാണിച്ചു, ഇവിടെയാണ് വെട്ടിന്റെ അടയാളങ്ങൾ ഇന്നുണ്ട്. 100 വർഷത്തിനിപ്പുറവും ആ തറവാടുകളിലെ വലിയ വാതിലുകൾ വെട്ടിപ്പൊളിച്ചതിന്റെ പാടുകൾ ഇന്നും അവശേഷിക്കുകയാണ്. രക്തത്തിന്റെ മണം നമുക്ക് കിട്ടും. 4 പേര് വെട്ടിക്കൊന്ന റൂമിലേക്ക് കയറുമ്പോൾ ആ റൂം പിന്നീട് ആരും ഉപയോഗിച്ചിട്ടില്ല. രക്തത്തിന്റെ മണം അവിടെ ഇപ്പോഴും ഉണ്ട്. ആ കൊച്ചു മകൾ എന്നെ കൊണ്ടുപോയി കാണിക്കുകയാണ്, ഇവിടെയാണ് എന്റെ പുതുവത്തച്ഛനെ ഇവിടെ വെച്ചാണ് തല വെട്ടിയത്, ഇവിടെ കൂടെയാണ് ഒഴുകിപ്പോയത് എന്ന് പറയുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ കണ്ടു. മറ്റൊരു ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ ഒരു വിഗ്രഹം 3ആയിട്ട് പൊട്ടി ചുമരിൽ ചാരി വെച്ചിരിക്കുന്നു. ആ ക്ഷേത്രം ഇന്നും നന്നാക്കിയിട്ടില്ല. അത്തരം ഒരുപാട് ദൃശ്യങ്ങളിലൂടെ ഞാൻ നടന്നുപോയി. ഈ പറയുന്ന EMS എഴുതിയ പുസ്തകമല്ല ഞാൻ വായിച്ചത്, ഞാൻ മാധവനാരുടെ പുസ്തകമല്ല വായിച്ചത്. ആദ്യം ഞാൻ കണ്ടത്, ഞാൻ ഈ മനുഷ്യരെ ഒന്ന് തൊട്ടറിയുകയാണ് ചെയ്തത്. ഞാനൊരു ക്ഷേത്രത്തിൽ പോയി, സാറേ ഇതിന്റെ മണിക്കടറിൽ നിന്ന് 40 തലയാണ് ഞങ്ങൾ എടുത്ത് മറവ് ചെയ്തത്. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, ഞങ്ങൾ ആരോടും വിഷമം പറഞ്ഞില്ല. അത് കഴിഞ്ഞത് കഴിഞ്ഞു, മറക്കാൻ ഞങ്ങളൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ മറന്നിരിക്കുന്നു. പക്ഷേ എപ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാവുന്നത്? ഈ പറയുന്ന 4 വർഷം മുമ്പ് ഇവിടുത്തെ ഈ പറയുന്ന ജിഹാദി ഗ്രൂപ്പുകൾ പ്ലാൻ ചെയ്യുന്നു 2021 ആഘോഷിക്കണം എന്ന്. ആ ആഘോഷിക്കണം എന്നുള്ളിടത്തിന്റെ ഭാഗമായിട്ടാണ് വാര്യംകുന്നനെ ഹീറോ ആക്കിക്കൊണ്ട് പൃഥ്വിരാജ് സിനിമ എടുക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോഴാണ് ഇത് വിഷയമായി. അങ്ങനെയാണ് ഞാൻ സിനിമ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, അത് സത്യസന്ധമായി എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരാൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. സ്വന്തം ഭാര്യയെ ഭർത്താവിന്റെയും അച്ഛന്റെയും മുമ്പിൽ ഇട്ട് ബലാത്കാരം ചെയ്യുമ്പോൾ കണ്ണടച്ചപ്പോൾ
ആ കൺപീളകൾക്ക് കണ്ണിന്റെ ആ പീലിക്ക് ഇങ്ങനെ ഈ വാളിന്റെ തുമ്പ് കൊടുത്തിട്ട് കണ്ണ് അടയ്ക്കരുത് എന്ന് പറഞ്ഞ് 14 പേര് ബലാത്സംഗം ചെയ്ത ആ ബലാത്കാരം ചെയ്യപ്പെട്ട കുട്ടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെറുതെ പറയുന്നതല്ല, റിപ്പോർട്ടഡ് ആണ്. അങ്ങനെ ഓരോ കഥകളും നിരത്തി നിർത്തി സുന്നത്ത് ചെയ്തിട്ട് ആ ഈ പറയുന്ന നമ്പൂതിരിയുടെ മനയിലെ പശുവിനെ അയാളുടെ മുമ്പിൽ വെച്ച് അറുത്ത് വേവിച്ച് അയാളുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റിയതും രേഖപ്പെടുത്തിയതാണ്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇത് സ്വാതന്ത്ര്യ സമരമാണ്. എന്നാലോ ജയിലിൽ കിടന്ന് മരിച്ച ബാലകൃഷ്ണൻ എന്നൊരാളെ കുറിച്ച് കോൺഗ്രസ്സുകാർ മിണ്ടില്ല. MBBS ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിനെ പോലീസ് കൊണ്ടുപോയി ദുരിതം അനുഭവിച്ചു കണ്ണൂർ ജയിലിൽ നിന്ന്. അവസാനം ഗെഞ്ചി പരോള് കിട്ടി 2ാമത്തെ ദിവസം അദ്ദേഹം മരിച്ചു. മിണ്ടുന്നില്ല അയാളെ കുറിച്ച്, അയാൾക്ക് സ്മാരകമില്ല. അപ്പോഴാണ് ഈ പറയുന്ന കൊള്ളയ്ക്കും കൊലയ്ക്കും കൂട്ടുനിന്ന വാര്യകുന്നന്റെ സ്മാരകം അത് ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസ്സുകാർ പോകുമ്പോ പ്രതികരിക്കണ്ടേ? നമുക്ക് പ്രതികരിക്കട്ടെ. ആ പ്രതികരണമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഇതിന് ഈ ഹിന്ദു മുസ്ലിം സ്പർദ്ധ വളർത്താനല്ല ഞാൻ സിനിമ ചെയ്യുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. അത് പറയാൻ ബാധ്യസ്ഥരാണ് കലാകാരൻ, അത് പറയാൻ ബാധ്യസ്ഥരാണ് രാഷ്ട്രീയക്കാരൻ. അപ്പൊ അവിടെ 4 വോട്ടിന് വേണ്ടി അവിടേക്ക് ചാടി ഇവിടേക്ക് ചാടിയിട്ട് ഈ കരടം അറിയുന്ന സ്വഭാവം മാറ്റണം. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറയാനുള്ള മനസാക്ഷി ഉണ്ടാവണം. അതാണ് കാലോചിതമായ നടപടി. ആ നടപടിക്ക് തയ്യാറാവാതെ ഇവിടുത്തെ മുതിർന്ന കോൺഗ്രസ് പോയിട്ട് ഈ വാര്യംകുന്നന്റെ പ്രതിമ അല്ലെങ്കിൽ വാര്യംകുന്നന്റെ സ്മാരകം ഉണ്ടാക്കുമ്പോ അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ തലമുറ അവൻ നെഞ്ചിൽ ഇങ്ങനെ നെരിപ്പോട് കൂടി ഇരിക്കും, ഇല്ലേ? അങ്ങനെ നെഞ്ചിൽ നെരിപ്പോട് കൂടി ഇരിക്കുന്നത് അത് സഹിക്കാനുള്ള കരുത്തില്ല. അന്നാണ്, അതേ സമയത്ത് തന്നെയാണ് ഇന്ന് ഈ അതേ ഗ്രൂപ്പ് വാളും ഈ പറയുന്ന ലുങ്കിയും ഒരു വെട്ട് കൊടുത്ത് പുറത്തേക്ക് പോയിട്ട് പറയുന്നത് 1921 ഞങ്ങൾ ഊരിയ കത്തി കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരും പ്രതികരിച്ചില്ല. അവരിത് ആവർത്തിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് ഞങ്ങളൊക്കെ പറയുന്നത്. അത് കടമയാണ്. ആ കടമയിലേക്ക് സാംസ്കാരിക ചരിത്രം എഴുതുന്നവരും അതേപോലെ കലാകാരന്മാരും പറയണം, ഇത് ആവർത്തിക്കരുത്, തെറ്റ് സംഭവിച്ചു പോയി. 10,000-കണക്കിന് ഹിന്ദുക്കൾ മാത്രമല്ല, 8ഉം പൊട്ടും തിരിയാത്ത മുസ്ലിങ്ങളെ കുരുതിക്ക് കൊടുത്തു. പട്ടാളക്കാരന് പിന്നെ ഗൂർഖ പട്ടാളത്തിന് മുന്നിൽ വന്ന് തലക്കെട്ടിയാരൊക്കെ തീവ്രവാദികളാ. അവര് വെടിവെക്കും, അവര് കുക്കരി കത്തിക്കൊണ്ട് വീശും. നിരപരാധികളായിട്ടുള്ള ഒരുപാട് മുസ്ലിങ്ങൾ മരിച്ചു, നിരപരാധികളായിട്ടുള്ള ഒരുപാട് ഹിന്ദുക്കൾ മരിച്ചു. ആ ഹിന്ദുക്കളിൽ ഇവര് പറയുന്ന മാതിരി ജന്മികളല്ല, ജന്മികൾ 3-4 പേരെ മരിച്ചുള്ളൂ. ബാക്കി ചാലിയക്കാരെന്ന് പറയാൻ അറിയാലോ, ഈ നൂല് നയിക്കുന്ന അവര് 100ഓളം കുടിയിലും തീയിട്ടിട്ട് തീയിനകത്തേക്ക് പുറത്തേക്ക് ചാടുമ്പോ കുന്തം വെച്ച് കുത്തി തിരിച്ച് തീയിലേക്കിട്ട ചരിത്രം ഇത് ഞാൻ പറഞ്ഞതല്ല, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. ശ്രീ അലി പലപ്പോഴും ഒരു കാര്യം ഇവർ ഉയർത്തുന്ന ഒരു പുസ്തകം ഇറങ്ങി 2021 നടത്തുന്ന ശ്രീ അലി അക്ബർ പലപ്പോഴും ഒരു നിമിഷം പലപ്പോഴും ഇവർ ഉയർത്തുന്ന ഒരു ഈ വാദം ഈ ബ്രിട്ടീഷ് വിരുദ്ധത തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാരെ സഹായിച്ച മുസ്ലിങ്ങളെ വാര്യംകുന്ന് കൊന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ഹിന്ദു ജനങ്ങളെ കൊന്നു എന്നൊക്കെയാണ് വാദം ഉയർത്തുന്നത്. അതായത് ബ്രിട്ടീഷ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം കൊല ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാദമാണ് ഉയരുന്നത്. ശ്രീ അലി അക്ബർ, അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇല്ല. ചോദിച്ചു നിനക്ക് മതം മാറാൻ തയ്യാറുണ്ടോ? നീ ഇല്ല. 2ാമത്തെ ചോദ്യം, ലണ്ടനിൽ പോകണോ അതോ ഞങ്ങളുടെ കൂടെ കൂടുന്നോ? അപ്പൊ ഒന്നും അറിയാത്ത ആളുകൾ പറഞ്ഞു ലണ്ടനിൽ പോകാൻ. അപ്പൊ ഉടനെ പറയും കുളിപ്പിച്ച് കടത്തി. എന്താ കുളിപ്പിച്ച് കടത്തല്? ജീവനോടെ കൊണ്ടുപോയി ആറ്റുവക്കത്ത് നിർത്തിയിട്ട് കയ്യും കാലും തലയും വെട്ടി ഉടല് പുഴയിലേക്ക് എറിയുക, അതാണ് കുളിപ്പിച്ച് കടത്തല്. ലണ്ടനിലേക്ക് കൊടുത്ത സംഭവം എന്താണ്? കിണറിന്റെ വക്കത്ത് കൊണ്ടുപോയിട്ട് വെട്ടി കിണറിലേക്ക് എറിഞ്ഞിടുക. അങ്ങനെ 3 ദിവസം ഡെഡ് ബോഡിയുടെ കൂടെ കിടന്നിട്ട് രക്ഷപ്പെട്ട വന്ന ആളാണ് കുന്നമംഗലത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന മന, ആ മനയുടെ ഞാൻ പോയി കണ്ടതാണ്. അവിടെ ഈ നമ്മൾ തുമ്പൂർ കുടനെ കുറിച്ച് പറയുമ്പോഴും അതിനേക്കാളും കൂടുതൽ മരണം നടന്നൊരു മനയുണ്ട് നമ്മുടെ REC കോളേജ്, കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ട് പുറകിലായിട്ട്. ഞാൻ പോയി കണ്ടതാ. അവിടുത്തെ കുടുംബത്തിനെ മുഴുവൻ അടിച്ചോടിക്കുകയും അവിടുത്തെ വിഗ്രഹങ്ങൾ തകർക്കുകയും, നാഗാളിക്കാവ് താന്റെ പേര് ഇന്ന് ചരിത്രത്തിൽ അതൊന്നും വലിയ കാര്യമായിട്ടില്ല, പക്ഷെ ഞാൻ പോയി കണ്ടതാ. അപ്പൊ ഈ മതം മാറാത്തവനെയാണ് കൊന്നത്, ബ്രിട്ടീഷുകാരെയല്ല കൊന്നത്. എത്ര ബ്രിട്ടീഷുകാരാ മരിച്ചത്? റൗളി, ജോൺസ്റ്റൺ, മറ്റൊന്ന് മെക്കഡ്രോ. ഏറ് വന്നാൽ 10 ബ്രിട്ടീഷുകാരാണ് മരിച്ചത്. ഇപ്പുറത്ത് ഹിന്ദുക്കളോ
ആയിരക്കണക്കിന് ഹിന്ദുക്കള്. അതിൽ ഈ പറയുന്ന ഈ സമ്പന്നരായിട്ടുള്ളവർ 4-5 പേര്, ബാക്കി ഈഴവര്. ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്യപ്പെട്ടത് ഈഴവ പെൺകുട്ടികളാ. ഏറ്റവും കൂടുതൽ കത്തിക്കരിഞ്ഞത് ഈ പറയുന്ന താഴേക്കടലുള്ള കുടിലുകളാണ്. അവരെന്തു പഠിച്ചു? സ്വന്തം കുഞ്ഞിന്റെ മുമ്പിൽ അച്ഛന്റെ 2 കൈയും വെട്ടുന്നത് ആ കുട്ടി സാക്ഷ്യപ്പെടുത്തി. ഇതൊക്കെ വായിച്ചിട്ടും ഇതൊക്കെ കേട്ടിട്ടും പിന്നീട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തായിരുന്നു സുന്നത്ത്? എത്ര പേര് സുന്നത്ത് ചെയ്തു? 2500-3000 ഹൈന്ദവരെ മുസ്ലിങ്ങളാക്കിയ ഹൈന്ദവരെ തിരിച്ച് സാമൂതിരിയുടെ നേതൃത്വത്തിൽ തിരിച്ച് മതം മാറ്റിയ ചരിത്രം അത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? ആര്യ സമാജമല്ലേ അതിന് മുന്നോട്ട് പോയത്? ആ ആര്യ സമാജം അന്നെടുത്ത ഗ്രൂപ്പ് ഫോട്ടോകൾ ഇന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില്. ഇതൊക്കെ തിരസ്കരിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് പറയുന്നത്. അങ്ങനെ തിരിച്ചു വരാം. ശ്രീ സുശീൽ ഗോപാൽ, ഈ വാര്യംകുന്നത്തിന്റെ ആ ചെയ്തികളുടെ ഒരു ചരിത്രം വളരെ വികാരനിർഭരമായിട്ടാണ് ശ്രീ അലി അക്ബർ പങ്കുവച്ചത്. ആ ഒരു വ്യക്തിനെ ഹീറോ ആയി നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തി കാണിക്കുന്നതിന്റെ ഒരു പ്രതിഷേധമാണ് അദ്ദേഹം ഉയർത്തിയത്. അതിനോടുള്ള താങ്കളുടെ മറുപടി ശ്രീ സുശീൽ ഗോപാൽ? അലിക് ബസാർ വളരെ വൈകാരികമായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. എന്തായാലും ആ വികാരത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ്, നേരത്തെ ജോർജ് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയം ഈ 100ാമത്തെ വർഷത്തിൽ മാത്രം എങ്ങനെ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു? 100 വർഷങ്ങൾക്ക് ഇപ്പുറം മാത്രം എന്തുകൊണ്ട് ഇത്തരം ഒരു വിഷയം ചർച്ചയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം ICHR 2019 നമ്മുടെ പ്രധാനമന്ത്രി പബ്ലിഷ് ചെയ്ത ഡിക്ഷണറി ഓഫ് മാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്കിനകത്ത് ഈ പറയുന്ന മലബാർ കലാപത്തിലെ ഈ പറയുന്ന ആളുകളുടെ എല്ലാവരുടെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ ICHR അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ 100ാമത്തെ വർഷത്തിൽ അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വിഷയത്തിലാണ് ഈ 100ാമത്തെ വർഷത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതുവരെ യാതൊരു തരത്തിലുള്ള സർക്കാർ രേഖകളും ഇല്ലാതിരുന്ന ഈ പേരുകൾ, യാതൊരു തരത്തിലുള്ള സർക്കാർ രേഖകളും ഔദ്യോഗികമായി രേഖപ്പെടുത്താത്ത ഈ വിഷയങ്ങൾ ഈ 2019 കേന്ദ്ര സർക്കാരാണ്, പ്രൈം മിനിസ്റ്റർ ആണ് ഈ പറയുന്ന ഡിക്ഷണറി ഓഫ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതും ആ പുസ്തകത്തിൽ വന്ന പേരിന്റെ ആ പേരുകളാണ് ഇന്ന് ഈ 2021 100ാമത്തെ വാർഷികത്തിൽ ആ പേരുകൾ റിമൂവ് ചെയ്യുവാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ICHR ഇൻഫർമേഷൻസ് പുറത്തുവിടുന്നത്. അതെ, നമ്മളത് ഈ ചർച്ചയിലൊക്കെ ഉടനീളം പങ്കുവെച്ചതുപോലെ ആ ഒരു ചരിത്രത്തിൽ സംഭവിച്ച ഒരു തെറ്റിനെ കേന്ദ്ര സർക്കാർ തിരുത്തുകയല്ലേ? ചരിത്രത്തിലല്ലോ 2019 അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാതെ അല്ലല്ലോ ഈ പേരുകളെല്ലാം ഈ പുസ്തകത്തിനകത്ത് ഈ പറയുന്ന ഡിക്ഷണറിക്കകത്ത് രേഖപ്പെടുത്തുന്നത്. അത് എന്തുകൊണ്ട് ഇപ്പോൾ മാത്രം 2021 മാത്രം ഈ 100ാം വാർഷികത്തിൽ മാത്രം ഇത് റിമൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോയി? ഇപ്പൊ ഞാൻ അലി അക്ബർ സാർ പറയുന്നതോ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ഞാൻ ഖണ്ഡിക്കുന്നില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ലഹള എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ആന്റി സോഷ്യൽ എലിമെന്റ്സ് ഉണ്ടായിരിക്കും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവരൊക്കെ ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ പല ആവർത്തി പറയുമ്പോഴും അവർ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ മഹാത്മാഗാന്ധിജി അടക്കം അന്നത്തെ ദേശീയ നേതാക്കളൊക്കെ അതിനെ കൂട്ടിയോജിപ്പിച്ചതും ചേർത്ത് നിർത്തിയതും അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അതിനകത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള എലിമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കൂട്ടിച്ചേർത്തിയുള്ളത്. ഒരിക്കലും നമ്മൾ ഒരു ഏകാധിപതി ഭരിക്കുമ്പോൾ ഒരു ഏകാധിപതിയായ ഒരാളുടെ ഭരണം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആന്റി സോഷ്യൽ എലിമെന്റ്സ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രിബ്യൂഷനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് നമ്മൾ തള്ളി പറയരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ സുശീൽ. നമുക്കറിയാം ഈ സമരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ അതിൻ്റെ സമരത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധതയാണ് ഈ സമരത്തിൻ്റെ ഒരു തുടക്കം. ബ്രിട്ടീഷുകാർക്കെതിരെ അവർ പോരാടി, കാരണം ബ്രിട്ടീഷ് അവരുടെ ഒരു കോമൺ ശത്രുവായിരുന്നു. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മളൊരു സ്മാരകം പണിയുമ്പോൾ നമുക്കറിയാം ഗാന്ധിജിയും നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനെയും കുറിച്ചും വളരെ ഉദാത്തമായ സ്മരണകളും ഉദാത്തമായ ജീവിത ചരിത്രവുമാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടേത്. പക്ഷേ ഈ വാര്യംകുന്നത്ത് അല്ലെങ്കിൽ ഇത്തരം വ്യക്തി
വ്യക്തികളുടെ ഒരു ചരിത്രം നമ്മൾ കണ്ടല്ലോ. അവർ ചിലപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാ, അത് നിഷേധിക്കുന്നില്ല. പക്ഷേ അവരുടെ ഈ ഒരു ക്രൂരമായ ഒരു ചരിത്രം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനത്തോടെ ഇവർക്ക് സ്മാരകങ്ങളും അവരെ ഒരു ഹീറോ ആയിട്ട് നാം പരിഗണിക്കുന്നത്? ശ്രീ സുശീൽ ഗോപാൽ, ഞാൻ പറഞ്ഞല്ലോ 2019 നമ്മൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ, നമ്മുടെ ഏറ്റവും ഔദ്യോഗികമായ എന്ന് നമ്മൾ പറയുന്ന കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു മാർട്ടിയേഴ്സിനെ കുറിച്ച് ലിസ്റ്റ് ഇറക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ യാതൊരു തരത്തിൽ തർക്കമില്ല. ഈ പറയുന്ന ഇൻസിഡന്റുമായി മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാത്രം സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ മാത്രം ഇതിന്, അതായത് ഈ പറയുന്ന ആന്റി സോഷ്യൽ എലമെന്റ്സ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഈ ഒരു ആന്റി സോഷ്യൽ എലമെന്റ് അത് കണ്ടതുകൊണ്ടായിരിക്കില്ലേ അവരത് ആ ഒരു തിരുത്തൽ വരുത്തിയത്? അല്ല, 2019 വരെ അത്തരം ഒരു വിഷയത്തെ കുറിച്ച് ഒരു ബോധവാന്മാരായിരുന്നില്ല എന്നാണ് പറയുന്നത്. 98 വർഷം വരെ ഇല്ലാത്ത ബോധമാണ് ഈ പറയുന്ന 2 വർഷത്തിനകത്ത് ഉണ്ടായെന്നാണ് പറയുന്നത്. നമുക്കറിയാം 2014 കാലഘട്ടം വരെ നമുക്കറിയാം 60 വർഷത്തോളം കോൺഗ്രസ് ഗവൺമെന്റാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അവർ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു ആന്റി സോഷ്യൽ എലമെന്റ്സ് അത് കണ്ടെത്തിയിട്ടുണ്ടാകാം. അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഈ ഒരു തിരുത്തലുകൾ വരുത്തിയത്? ഞാൻ പറഞ്ഞത് ഈ 2019 വരുന്ന ഈ പറയുന്ന ഡിക്ഷണറി പബ്ലിഷ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അത് പബ്ലിഷ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അതായത് അന്നത്തെ NDA സർക്കാർ 5 വർഷം പൂർത്തീകരിച്ച സമയത്താണ് 2019 പബ്ലിഷ് ചെയ്യുന്നത്. അതിനു മുമ്പ് വാജ്പേയി ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അതിനു മുമ്പും കോൺഗ്രസ് ഇതര സർക്കാരുകൾ ഉണ്ടായിരുന്നു. ആ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത ഒരു വിഷയം, അത് പ്രത്യേകിച്ച് മലബാറുമായി മാത്രം കേന്ദ്രീകരിച്ച് നടന്ന ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ലഹളയെ ഇത്രമാത്രം ഒരു വർഗീയതയുടെ പേരിൽ മാത്രം, അതായത് ഒരു പ്രത്യേക ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് വിഷയം. നമ്മൾ എന്തുകൊണ്ട് അവിടെ ഹിന്ദുസ്, ക്രിസ്ത്യൻസ് അല്ലെ മുസ്ലിംസ് എന്നുകൊണ്ട് പറയുന്നു? അതിനകത്ത് ഇപ്പൊ പറയുന്ന മുസ്ലിംസിനെ അതിനകത്ത് ഒരുപാട് ശ്രീ സുശീൽ ഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 2019 പെട്ടെന്നൊരു തിരുത്തൽ വന്നതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു അജണ്ട അങ്ങേക്ക് സംശയിക്കാൻ സാധിക്കുമോ ശ്രീ രാഹുൽ ഈശ്വർ? ICHR ഒരു 3 മെമ്പർ കമ്മിറ്റിയാണ് ഇതിലേക്കുള്ള തീരുമാനങ്ങൾ പലതും എടുക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ശ്രീ ഓംജി ഉപാധ്യായ, 2 ഹിമാൻഷു ചതുർവേദി, 3 നമ്മുടെ CI ഐസക് സാർ, കേരള RSSുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ ഉന്നതനായ ഒരു ഇന്റലക്ച്വൽ ആണ് CI ഐസക് സാർ. അവരൊക്കെയാണ് ഈ കമ്മിറ്റിയിലുള്ളത്. പക്ഷേ ശ്രീ ഓംജി ഉപാധ്യായയുടെ TV ഇന്റർവ്യൂ ഞാൻ ഏഷ്യാനെറ്റിലോ മറ്റും കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനവും ചർച്ചയും അങ്ങനെ റിപ്പോർട്ടുണ്ട്, അത് രഹസ്യമാണ് എന്ന ഒരു കമ്മിറ്റിയാത്ത പൊസിഷനാണ് പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. TV യിൽ 2 ദിവസമായിട്ടുള്ള ഈ വാർത്തകൾ വലിയ രീതിയിൽ വന്നിട്ട്, അതുകൊണ്ട് ഇതുവരെ ആ പേരിന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം എടുത്തോ എന്നറിയില്ല. പക്ഷേ ഇതിലെ ഇഷ്യൂ ശരിയാണ്, ശ്രീ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ പറഞ്ഞ പോലെ ഒരു വളരെ ലെയേർഡ് ഇഷ്യൂ ആണ്. പക്ഷേ ശ്രീ അലി അക്ബർ ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്ട്രോങ് ഒരു ഇമോഷൻ ഗ്രൗണ്ടിൽ നിൽക്കുന്നു എന്നുള്ള റിയാലിറ്റിയാണ്. കാര്യം അവിടുത്തെ ജനങ്ങളുടെ ലിവ്ഡ് എക്സ്പീരിയൻസ്, നമ്മൾ തിയറി പറയുന്നത് വേറെ, തത്വം പറയുന്നത് വേറെ. യഥാർത്ഥ ജീവിതത്തിൽ വേദന അനുഭവിക്കുമ്പോൾ, നമ്മുടെ പൂർവികരെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ സ്വത്ത് ഇല്ലാതാകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന വേദനയും ലിവ്ഡ് എക്സ്പീരിയൻസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ആ ലിവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിൽ വേദനിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നതിൽ തർക്കമില്ല. പിന്നീട് MGSRനെ പോലുള്ളവർ, ഒരുപക്ഷെ BJP കാലത്ത് തന്നെ ICHRന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തി MGSR പോലും ഇതിനെ അനുകൂലിക്കാത്തൊരു നിലപാടാണ് എടുത്തത്. MGSR ഇതിനെ ഒരു രാഷ്ട്രീയമാണെന്ന രീതിയിലാണ് MGSR പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത ഷെയ്ഡ്സ് ഓഫ് ഒപ്പീനിയൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. കാര്യം ഒരുപാട് നല്ല മുസ്ലിം സഹോദരങ്ങൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളോടൊപ്പം ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി പോരാടിയവരുണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അത്തരത്തിൽ വലിയൊരു മനുഷ്യനാണ്. വീരപുത്രൻ മൂവിയൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആലി മുസീരയാലൊക്കെ ഇതിൽ ഏറ്റവും മോഡറേറ്റ് ആയ ഒരു ആളാണ്. 1921 സിനിമ വലിയൊരു അളവ് വരെ 3 പെർസ്പെക്റ്റീവിൽ നിന്നും, ഈ നാഷണലിസ്റ്റിക്, സെക്കുലർ, ഒരു സെൻട്രിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിന് പല കോംപ്ലക്സ് ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല, ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, അതിന് ഖേദം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അപ്പോളജറ്റിക്കായി സ്വീകരിക്കുക എന്നതിന് പകരം ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാനും വെള്ളപൂശാനും നിൽക്കുമ്പോൾ അതിന്റെ പിൻതലമുറക്കാർക്ക് വേദനിക്കുന്നു, വിഷമിക്കുന്നു എന്ന റിയാലിറ്റി നമ്മൾ കാണാതിരിക്കുക. ശ്രീ MP രാജേഷിനെ എനിക്ക് വ്യക്തിപരമായി അറിയാം, ബഹുമാനമാണ്. പക്ഷെ അദ്ദേഹത്തെ പോലുള്ളവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മനസ്സിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടും
വളരെ ബ്ലൈൻഡും വൺ സൈഡഡുമായിട്ട് പ്രശംസിക്കുന്നത് ശരിയല്ല. അപ്പൊ ആ രീതി ഉള്ളവരുണ്ട്. എന്നാൽ നേരെ തിരിച്ച് അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ളവരും ആലി മുസലിയാർ അടക്കമുള്ളവരും, ആലി മുസലിയാരൊക്കെ ഒരർത്ഥത്തിൽ അവസാനം ഒരു ഗത്യന്തരമില്ലാതെയാണ് ഈ ആംഡ് സ്ട്രഗിളിലേക്ക് പോകണമെന്നും അതിനൊരു വിഭാഗത്തെ അനുവദിക്കുന്നതും ഒക്കെ. അദ്ദേഹം കുറെ കൂടുതൽ ഗാന്ധിയൻ മിതവാദി ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ ചരിത്രത്തിൽ നമുക്ക് പറ്റിയൊരു വലിയ വേദനയാണ് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിന് തുടങ്ങാനുള്ള കാരണങ്ങളിൽ ഒന്നുപോലും, അതിന്റെ അടിസ്ഥാന ബീജാവാപത്തിന്റെ ആശയങ്ങൾ പോലും ഈ 1921 ഗാന്ധിജി പോലും വേണ്ടത്ര സ്ട്രോങ് നിലപാടെടുത്തില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അന്ന് ഡോക്ടർ ജി കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. 1 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കടന്നു. പക്ഷെ അദ്ദേഹത്തിനൊക്കെ മഹാത്മാഗാന്ധി പോലും വേണ്ടത്ര രീതിയിൽ ഒരു സ്ട്രോങ് നിലപാടെടുത്തില്ല. അതിന് ഗാന്ധിജിയെ അംബേദ്കർ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഗാന്ധിജി അതിലെ ചരിത്രത്തിന്റെ വൈരുദ്ധ്യങ്ങളാണ്. അതായത് അംബേദ്കറിനെ പോലെ അവസാനം ഹിന്ദുമതം ഉപേക്ഷിച്ച സോ കോൾഡ് ഫോർവേഡ് കാസ്റ്റുകാർക്കെതിരെ എന്നും ശക്തമായി നിലനിന്നിരുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ, എന്നാൽ ഗാന്ധിജിയേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ വേദനിച്ചു എന്നും അല്ലെങ്കിൽ ഗാന്ധിജിയേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ഔട്ട്റേജ് പ്രകടിപ്പിച്ചു. എല്ലാവർക്കും ഒരേപോലെ വിഷമം ഉണ്ടായിരുന്നു. അപ്പം വളരെ കോംപ്ലക്സ് വിഷയമാണ്. പക്ഷെ ചരിത്രത്തിൽ നമുക്ക് വേദനകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വേദനകളെയും പോരാട്ടത്തെയൊന്നും മറക്കാതിരിക്കാം. ഒരു കാര്യം ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്രത്തിലെ ഒരു വേദന നിറഞ്ഞൊരു അധ്യായം തന്നെയാണ് മലബാർ കലാപം. ഈ ഒരു കലാപത്തിന്റെ വേദന നിറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ ഈ 100 വർഷത്തിനിപ്പുറവും വിവാദമാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഏതെങ്കിലും ഒരു രഹസ്യ അജണ്ട പ്രവർത്തിക്കുന്നുണ്ടോ? അല്ല, അതിന് 2 വിഷയങ്ങളാണ്. വളരെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ മാർക്സിസ്റ്റ്, അതായത് ഹാർഡ് ലൈൻ ലെഫ്റ്റിസ്റ്റ് സുഹൃത്തുക്കൾ ഇസ്ലാമിസ്റ്റ് വിഭാഗത്തോട് കൂട്ടുപണഞ്ഞ് കിടക്കാനും അല്ലെങ്കിൽ അവരുടെ വോട്ട് നേടാനോ അവരുടെ നോട്ട് നേടാനോ ഒക്കെ പഴയ പോലെ ശ്രമിക്കാറുണ്ട്. അതായത് UDF അടക്കമുള്ള മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ കൂടെയാണ് പ്രധാനപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ വലിയൊരു വിഭാഗം നിൽക്കുന്നത്. മുസ്ലിം ലീഗ് നിൽക്കുന്നത്, പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കൾ നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് തീവ്ര സ്വരക്കാരെ കൂടെ നിർത്താനൊക്കെ വേണ്ടി നമ്മുടെ ലെഫ്റ്റ് ലിബറൽസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ബാബറി മസ്ജിദ് വിഷയം ഉണ്ടായപ്പോൾ പോലും ഏറ്റവും മിതമായ നിലപാടെടുത്തിരുന്ന മുസ്ലിം ലീഗ്, കേരളത്തെ ഒരുപക്ഷെ ബാലൻസ് ചെയ്ത് നിർത്തിയിരുന്ന മുസ്ലിം ലീഗും തങ്ങൾ കുടുംബവും ഒക്കെയാണ്. അതിന് മുസ്ലിം ലീഗിനെ എതിർത്ത് തുടങ്ങിയ INL, അതായത് കുറെ കൂടെ തീവ്ര കടുപ്പമുള്ള ലൈൻ വേണമെന്ന് പറഞ്ഞ INL ഇപ്പോൾ നമ്മുടെ LDF മന്ത്രിസഭയിലെ ഭാഗമാണ്. അപ്പൊ ഈ ലെഫ്റ്റിസ്റ്റ് സുഹൃത്തുക്കളുടെ ഒരു പ്രശ്നം, അവർക്കതിലൊരു രാഷ്ട്രീയം കാണുകയും നമ്മുടെ സഖാക്കന്മാർ പലതും അതിനെ ഇപ്പൊ പെസന്റ് സ്ട്രഗിളായിട്ട്, എന്ത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്. ഈ പെസന്റ് സ്ട്രഗിൾ ആണ്, അത് കർഷക സമരമാണെന്നൊക്കെ വെറുതെ വ്യാഖ്യാനിച്ചാക്കുകയാണ്. ചരിത്രത്തിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കാണാം എന്ന് പറഞ്ഞ് കള്ളമല്ലാതാവൂ, എന്ന് പറഞ്ഞ് നാളെ ഗോഡ്സെ നായകനും ഗാന്ധിജി വില്ലനും ആവൂ. ചരിത്രത്തിന് വേറെ വേറെ വ്യാഖ്യാനങ്ങളൊക്കെ കാണാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഔട്ട്റൈറ്റ് ലൈകൾ അല്ലെങ്കിൽ പച്ച കള്ളങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കരുത്. മാത്രമല്ല, എനിക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ള, ശ്രീ MB രാജേഷ് അടക്കമുള്ളവർ അലി മുസ്ലിയാരെ കുറിച്ചോ അല്ലെങ്കിൽ കുറച്ച് മാറി നിന്ന മോഡറേറ്റ് നേതാക്കളായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചോ ഒന്നുമല്ല, അദ്ദേഹത്തിന് വാര്യംകുന്നിനെ തന്നെ ഗ്ലോറിഫൈ ചെയ്യണം. കാര്യം അത് വലിയൊരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്നു. ആ പ്രകോപനത്തിലൂടെ സ്വയം സെക്കുലർ ആണ്, മതേതരനാണ് എന്നുള്ളൊരു മുഖംമൂടി അദ്ദേഹത്തിന് അണിയാൻ സാധിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് ശരിയല്ല. ചരിത്രത്തിലെ വേദന നിറഞ്ഞൊരു സംഭവമാണ്. ഒരു പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു നിഷ്കളങ്കനെ കൊന്നാൽ ഒരു മനുഷ്യരാശിയെ കൊന്നതുപോലെയാണെന്നാണ്. അങ്ങനെ ആയിരക്കണക്കിന് നിഷ്കളങ്കർ മരിച്ചൊരു സംഭവത്തെ വെള്ളപൂശാനും അങ്ങനെ അല്ലെന്ന് പറയാനും ശ്രമിക്കുന്നതിന് പകരം ചരിത്രത്തിൽ തെറ്റുപറ്റിയെന്നും അബദ്ധമായിരുന്നു എന്നും ഞങ്ങൾക്കതിൽ ക്ഷമാപൂർവമുള്ള ആറ്റിറ്റ്യൂഡാണുള്ളതെന്നും എന്ന് തിരിച്ചു പറയുന്നതിന് പകരം ഈ രീതിയിൽ ചെയ്യുന്ന ഒരു വരി കൂടെ പറഞ്ഞാൽ, മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് കാണിച്ച മര്യാദ പോലുമല്ല. അതായത് ചൗരി ചൗര ഇൻസിഡന്റിൽ ബ്രിട്ടീഷുകാരുടെ പട്ടാളം, നമ്മുടെ ആൾക്കാരൊക്കെ അതിൽ ഉണ്ടായിരുന്നെങ്കിലും മരിച്ചപ്പോ ഈ മൂവ്മെന്റ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് കാണിച്ച മര്യാദ നമ്മുടെ ലെഫ്റ്റ് ലിബറൽ സുഹൃത്തുക്കൾ നമ്മളോട് കാണിക്കുന്നില്ല എന്നുള്ളൊരു വേദനാജനകമായ സിറ്റുവേഷൻ കൂടി കാണാതിരിക്കാൻ കഴിയും. വളരെ പ്രസക്തമാണ്. ശ്രീ ഡോക്ടർ ചാക്കോ കാളംപറമ്പ്, നമുക്കറിയാം ഈ കുറച്ച് വർഷങ്ങളായി നമ്മൾ തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ തീവ്ര ശക്തികൾക്കെതിരെയുള്ള ചർച്ചകൾ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണോ ഇത്തരം വിവാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ? ഇതിനകത്ത് ഒരു വശത്ത് രാഷ്ട്രീയമുണ്ട്, മറുവശത്ത് ചരിത്ര സത്യങ്ങളുമുണ്ട്. ഈ ചരിത്ര സത്യങ്ങളെ രാഷ്ട്രീയത്തിന് വേണ്ടി വളച്ചൊടിക്കുമ്പോഴാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഭിന്നതകൾ ഉടലെടുക്കുന്നത്. എന്തെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ചാലും ചരിത്ര സത്യം സത്യമല്ലാതായി മാറുന്നില്ല. അപ്പൊ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, തെറ്റിനെ മാപ്പ് കൊടുക്കാം നമുക്ക്, പക്ഷേ അതിനെ മഹത്വവൽക്കരിക്കരുത്. തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതിനെ നമുക്ക് മാപ്പ് കൊടുക്കുന്നതിന് ആർക്കും മടിയുണ്ടാവില്ല. പക്ഷെ തെറ്റിനെ മഹത്വവൽക്കരിക്കുമ്പോഴാണ് ഇവിടെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മാപ്പിള ലഹരിയുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുത്ത ആളുകളുടെ കുടുംബാംഗങ്ങളും അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളും എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തത്,
അതിൽ തിക്തഫലം അനുഭവിക്കേണ്ടി വന്ന ഒരു സമൂഹം മറുവശത്തുമുണ്ട്. അപ്പൊ ഒരു തെറ്റിനെ മഹത്വവൽക്കരിക്കുമ്പോൾ, ഈ മാപ്പിള ലഹളയിലൂടെ ഉണ്ടായ ഒരു തെറ്റിനെ മഹത്വവൽക്കരിക്കുമ്പോൾ നമ്മൾ മറുവശത്ത് നിൽക്കുന്നവന്റെ മുറിവിൽ വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുകയാണ്, അവന്റെ മുറിവിൽ ഉപ്പ് വരട്ടുകയാണ്. അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ മലബാറിലെ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ KP കേശവമേനോനും അതുപോലെ തന്നെ മൊയ്തു മൗലിയെ പോലുള്ള നേതാക്കളും, അലി മുസ്ലിയാർ അടക്കം, അല്ലെങ്കിൽ അബ്ദുൾ റഹ്മാൻ സാഹിബ് അടക്കമുള്ള നേതാക്കളും തുടങ്ങിയവരുടെ ഒക്കെ പ്രായോഗിക ഉപദേശങ്ങളെ തട്ടിത്തെറിപ്പിച്ചിട്ട് അക്രമവും മതവിരോധവും ഉയർത്തിവിട്ട് സ്വന്തം സമുദായത്തെയും ഹിന്ദു സമുദായത്തെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും ഒന്നടങ്കം അപകടത്തിൽപ്പെടുത്തിയ ഒരു ലഹളയെ അത് സന്തോഷത്തോടെ സ്മരിക്കുവാനോ ആഘോഷിക്കുവാനോ മലയാളികൾക്ക് കഴിയുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. നമ്മൾ അതിനെ തിരിച്ചറിയണം. പലരുടെയും ചോദ്യം അതാണ്. ഇത്തരത്തിൽ എല്ലാ ദേശീയ പ്രസ്ഥാനങ്ങളെയും ഈ രണ്ട് സമുദായങ്ങളെയും മുറിപ്പെടുത്തി അവരിലെ മിതവാദികളായിട്ടുള്ളവരെയും, ഒരുപാട് നല്ല മുസ്ലിംസ് അന്നും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, ഒരു മൈനോറിറ്റി ആണല്ലോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്. പക്ഷെ അവിടെ ഒരുപാട് നല്ല എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൂട്ടർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ആ സമുദായത്തിലെ മറ്റുള്ള അംഗങ്ങൾക്കുണ്ടാവണം. അതിപ്പം ഏത് സമുദായമാണെങ്കിലും അത് തെറ്റാണെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്യാൻ, തെറ്റിനെ മഹത്വവൽക്കരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് തെറ്റിനെ മാപ്പ് കൊടുക്കുകയാണ് വേണ്ടത്. മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സമൂഹത്തിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു വരുന്നത്. നമ്മൾ അതിനെയല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, മറിച്ച് തെറ്റുപറ്റിയിട്ടുണ്ട്, തെറ്റുപറ്റാത്തത് ആരാ ഉള്ളത്? ആ തെറ്റിനെ നമ്മൾ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനോട് സഹകരിക്കുന്ന മനോഭാവമാണ് യഥാർത്ഥ സമൂഹം നമ്മൾ നിൽക്കേണ്ടത്. ഇനിയിപ്പോ ഈ പഠിച്ചതിലും അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകളിലും തെറ്റുണ്ടോ, നമുക്ക് തിരുത്താമല്ലോ. വീണ്ടും അതിനെ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം. ഇത് അന്തിമമായിട്ടുള്ള ഒന്നാകണമെന്നില്ല, ഇത് എന്നേക്കുമായിട്ടുള്ള ഒന്നാകണമെന്നില്ല. ഇതിനകത്തും ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, അതിനെയും തിരുത്തണം. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സമൂഹം വളർച്ചയുടെ പന്ഥാവിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുക. അങ്ങനെ പോകുന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് ഒരു രാഷ്ട്രത്തെ ഇച്ഛാശക്തിയോടെ നയിക്കാനും രാഷ്ട്രത്തിന്റെ ഭാഗമായി നിൽക്കാനും കഴിയുക. മറിച്ച് അവിടെ വംശീയ വിദ്വേഷങ്ങളും രാഷ്ട്രീയ വിദ്വേഷങ്ങളും ഒക്കെ വളർത്തി, ഇവിടെ സൂചിപ്പിച്ചത് വോട്ടിനും നോട്ടിനും വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് സമൂഹത്തിൽ വീണ്ടും പോളറൈസേഷൻ ഉണ്ടാക്കി. അത് ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായിട്ടുള്ളത്. ഇവിടെ എല്ലാ സമൂഹങ്ങളും ഒന്നിച്ച് സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഉപ്പ് വരട്ടി രണ്ടു കൂട്ടരെയും നൊമ്പരപ്പെടുത്തി മുറിവുകൾ കൂടുതൽ വഷളാക്കി പോളറൈസേഷൻ ഉണ്ടാക്കി വീണ്ടും വിഭാഗീയത ഉണ്ടാക്കി ഇവിടെ മറ്റൊരു ലഹള ഉണ്ടാക്കാനുള്ള പരിവേഷമല്ല വേണ്ടതെന്ന് പറഞ്ഞാൽ, കാരണം ഈ 100-ാം വാർഷികം നമുക്ക് അതിന് ഉപകരിക്കട്ടെ. ഓക്കെ, അത് വളരെ പ്രസക്തമാണ്. മുറിവുകൾ ഉണക്കുവാനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവണം. പ്രസക്തമായ ആശയമാണ് ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ ഉന്നയിച്ചത്. ശ്രീ അലി അക്ബർ, നമുക്കറിയാം ചില ഈ ഒരു അടുത്ത കാലത്തായി ചില തീവ്ര ശക്തികൾ മലബാർ സംസ്ഥാനം പോലുള്ള ആശയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. ഈ മലബാർ കലാപത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഈ വാര്യംകുന്നത്ത് ഒരു പ്രത്യേക ഒരു രാജ്യം സ്ഥാപിക്കുന്നു. നമുക്കറിയാം ആ കാലത്ത് ഈ വാര്യംകുന്നത്ത് ചെയ്ത അതിക്രമങ്ങൾ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് അതിക്രമങ്ങൾ ഉണ്ടായി. അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കത്തില്ല. എങ്കിൽ പോലും ബ്രിട്ടീഷ് ഭരണകൂടം ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോകുവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അത്തരത്തിൽ നമുക്ക് ആശങ്കപ്പെടുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ ശ്രീ അലി അക്ബർ? അന്നും ഇന്നും മലബാർ വേറെ തന്നെ നിൽക്കുന്നത്. വിഭജന കാലത്ത് മലബാർ പാകിസ്ഥാനെ കൂടെ ചേർക്കണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്നും പറയുന്നു, ഇന്നിപ്പോ ലീഗിന്റെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു മലബാർ സ്റ്റേറ്റ്, അതായത് കേരളത്തെ ഒന്നുകൂടി വിഭജിച്ച് മലബാർ സ്റ്റേറ്റ് വേണം. അങ്ങനെ ഒരു മലബാർ സ്റ്റേറ്റ് ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? ആ സ്റ്റേറ്റിന്റെ ഭരണാധികാരികളൊക്കെ മലബാരീസ് ആയിട്ടുള്ള മുസ്ലിങ്ങളായിരിക്കും, നോ ഡൗട്ട്. അവർ തന്നെ തീരുമാനിക്കും അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, അവരുടെ സമ്പത്ത്, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മാപ്പിളമാർക്ക് കിട്ടും. അതാണ് ഉദ്ദേശം. നേരത്തെ പറഞ്ഞു 1921 ആരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്നത്? ഞാൻ വാഴ്ത്തുന്നത് കൊണ്ടോട്ടി തങ്ങളെയാണ്. കൊണ്ടോട്ടി തങ്ങളുടെ ഖണ്ഡത്തിൽ ഒരു കലാപം പോലും ഉണ്ടാവാതെ തങ്ങന്മാര് സസൂക്ഷ്മ എല്ലാ വീടുകളിലും കയറി, മുസ്ലിങ്ങളുടെ വീടുകളിലും ഹൈന്ദവരുടെ വീടുകളിലും കയറി ഇവിടെ കലാപം ഉണ്ടാവരുത്, നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും ഈ കൊണ്ടോട്ടി പ്രദേശത്ത് ഒരൊറ്റ കലാപം പോലും ഉണ്ടായില്ല. അതിന്റെ പേരിൽ കൊണ്ടോട്ടി തങ്ങളെ കൊല്ലാൻ വേണ്ടി വാര്യംകുന്നം വന്നു. കൊണ്ടോട്ടി തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹത്തിന് ഈ അന്ധവിശ്വാസമുള്ള ആളായിരുന്നു. ജിന്നിനെ പേടിച്ച് വാര്യംകുന്നൻ ഓടിയ ഓട്ടത്തിലാണ് വാര്യംകുന്നന്റെ കാലൊടിയുന്നത്. ഇതൊക്കെ ചരിത്രരേഖയാണ്. അതേപോലെ നേരത്തെ പറഞ്ഞു നിലമ്പൂര് കോവിലകത്തെ
ജനതയെ മാത്രമല്ല രക്ഷിച്ചത്. അന്നൊരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റ് ഓഫീസറെ കൊണ്ടുപോയി സുന്നത്ത് ചെയ്യാൻ വേണ്ടി തുണി അഴിച്ചെടുത്തിട്ടാണ് മുസ്ലിങ്ങൾ ഓടിച്ചെന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത് പിടിച്ചെടുത്ത മുഴുവൻ വസ്തുക്കളും തിരിച്ചു കൊടുക്കാനും പറഞ്ഞു. അങ്ങനെ രായ്ക്ക് രായ്മാനം ഈ തീവ്ര നിലപാടുള്ള മുസ്ലിങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ ഒരു കൂട്ടം മുസ്ലിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ടാണ് അവരെ കോഴിക്കോട്ടെ എത്തിക്കുന്നത്. മാത്രമല്ല ഇനിയുമുണ്ട് കഥകൾ ഒരുപാട് മുസ്ലിങ്ങൾ ഈ ഹൈന്ദവരെ സ്വന്തം പത്തായത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. ഇവരൊക്കെയല്ലേ നമ്മുടെ ഹീറോസായി വാഴ്ത്തപ്പെടേണ്ടത്. അത്ര വലിയ കലാപമുണ്ടായപ്പോഴും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അങ്ങനെ കൊല്ലപ്പെട്ടവരില്ലേ? ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ സഹായിച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. അവർക്കല്ലേ സ്മാരകം ഉണ്ടാവേണ്ടത്? കൊണ്ടോട്ടി തങ്ങൾക്കല്ലേ സ്മാരകം ഉണ്ടാവേണ്ടത്? അപ്പൊ ആർക്കാണ് സ്മാരകം ഉണ്ടാവുന്നത്? ഈ പറയുന്ന ഇത് മോശപ്പെട്ട രീതിയാണ് എന്ന് തിരിച്ചറിവുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചു വന്ന്. ആ മുസ്ലിങ്ങളുടെ പേരാരെങ്കിലും പറയുന്നുണ്ടോ? നിലമ്പൂർ കോവിലകത്ത് ഒരു മുസ്ലിം കുടുംബത്തെ അങ്ങനെ തന്നെ അവര് വാഴിക്കുന്നു. ആ തറവാടിനകത്ത് അവര് കൊട്ടാരത്തിന്റെ കെട്ടിനകത്ത് ഇത് കൊടുത്തു. ഇന്ന് മുസ്ലിങ്ങൾ പറയണ്ടേ അന്ന് ഞങ്ങൾ തകർത്ത ക്ഷേത്രങ്ങൾ ഞങ്ങൾ നന്നാക്കി തരാം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിന്ന്. അന്ന് തകർത്ത ക്ഷേത്രങ്ങള് ചൊല്ലി ഇപ്പോഴും തർക്കമാണ്. അത് പുനരുദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ അവിടെ നിൽക്കുന്നു. അപ്പൊ ഇതില് ഇന്ന് നടപ്പാക്കുന്ന അജണ്ട നേരത്തെ പറഞ്ഞ മാതിരി ഈ കേന്ദ്ര രേഖയിൽ ഈ പേര് വന്നത് ആ പേര് വരുത്തിയത് എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മോദിജി കൊണ്ടിട്ടെന്തായാലും പേര് ഇവരുടെ പേര് മലബാർ ലഹളക്കാരുടെ പേര് മോദിജി അതിനകത്ത് കുത്തി കേട്ടേണ്ട കാര്യമില്ല, RSSകാരനെ കേട്ടിട്ടാവില്ല. ഇത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടന്ന കാര്യമാണ്. എല്ലാ കൊല്ലവും പുതുക്കുന്ന ആ ഡിക്ഷണറി അക്കൊല്ലവും പുതുക്കി ഇറക്കി. മോദിജി വായിക്കുന്നില്ല, അത് പുതിയ അഡീഷൻസ് വന്ന് ഇറക്കി. അതിനുശേഷം ഞങ്ങളൊക്കെ ബഹളം ഉണ്ടാക്കി. ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് അത് ചർച്ചയായത്. ഞാനടക്കം ബഹളം ഉണ്ടാക്കിയത് ആ പേര് വരാൻ പാടില്ല എന്ന്. അങ്ങനെ നാഷണലിന് മൊത്തം ആ എഡിഷനെ ചൊല്ലി അന്ന് മാധ്യമമാണ് ഇത് പുറത്തുവിട്ടത്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല, മാധ്യമം പുറത്തുവിട്ടു. ഞങ്ങളത് കണ്ടു, ഞങ്ങൾ തന്നെ പ്രശ്നം തുടങ്ങിയത്. ഞാനാണ് ആദ്യം അതിനെ എതിരായിട്ട് ക്യാമ്പയിൻ തുടങ്ങിയത്. അതിനുശേഷമാണ് പിൻവലിച്ചത്. അല്ലാതെ RSSകാരുടെ ഇന്നിപ്പോ എല്ലാവരും പറയുന്നത് സംഘത്തിന് യാതൊരു താല്പര്യമില്ലെന്നേ. സംഘത്തിന് ഈ വിഷയം എടുക്കുന്നതിന് ഒരു താല്പര്യമില്ല. സംഘം ഇനി ഇങ്ങനെ കാര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലപാടാണ് സംഘം. സംഭവിച്ചു നമ്മളായിട്ട് ഇനി ഒരു കാര്യങ്ങളും ചെയ്യണ്ട എന്നുള്ളതാണ് സംഘത്തിന്റെ നിലപാട്. പക്ഷേ മറ്റു ചിലരുണ്ട് ഇവിടുത്തെ സാമൂഹ്യ ഘടനയിൽ ഈ തീവ്ര നിലപാടുകളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാണ് ചെലവും കൊടുക്കുന്നത്. അവരാണ് 80 കോടി മുടക്കിയിട്ട് വാര്യംകുന്നനെ ഹീറോ ആക്കാൻ കുതിരപ്പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവരാണ്. അവർക്കെതിരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല മുസ്ലിങ്ങൾ ഇന്നും നല്ല മുസ്ലിങ്ങൾ തന്നെയാണ്. ഒരുപാട് മുസ്ലിങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് വേദനയോടെ സംസാരിക്കുന്നത്. ആവർത്തിക്കാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ ക്ഷമ കാണിക്കണം എന്ന് പറയുന്ന എത്ര മുസ്ലിങ്ങളാണ് എന്നെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തത്? അലി അക്ബറെ ശരിയാണ്, നിങ്ങളാണ് പറയുന്നതാണ് ശരി എന്ന് എത്ര മുസ്ലിങ്ങൾ എന്നെ വിളിക്കുന്നു. പക്ഷെ അവർക്ക് പൊതു നാവില്ല. അവരുടെ നാവൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവർക്ക് മുന്നോട്ട് വരാൻ നിവൃത്തിയില്ല. മുന്നോട്ട് വന്നാൽ അവരെയും ഇവര് ഇല്ലാതാക്കും. അപ്പൊ സത്യം ഈ കേവലം 12 വയസ്സാണ് EMS നമ്പൂതിരിപ്പാടിന് ഈ ലഹള നടക്കുമ്പോ. അന്ന് 12 വയസ്സ് കോട്ടി കളിച്ച് നടക്കുന്ന ആ നമ്പൂതിരിപ്പാടിന്റെ കുടുംബം 6 മാസത്തേക്ക് അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് ലഹള ഒതുങ്ങിയ ശേഷം 2022 തിരിച്ചു വരുന്നത് മനയിലേക്ക്. അദ്ദേഹം എഴുതുന്ന ചരിത്രം നമ്മൾ വിശ്വസിക്കണോ? ഇതിന്റെ നടുവിലൂടെ നടന്നുപോയ മാധവൻ നായരോട് മതം മാറാൻ പറഞ്ഞു ഇല്ലേ? മാധവൻ നായർ രേഖപ്പെടുത്തുകയാണ്. മാധവൻ നായരുടെ കുടുംബത്തെ മതം മാറ്റാൻ ശ്രമിച്ചു. ഇതൊക്കെ രേഖപ്പെടുത്തുകയാണ്. മാധവൻ നായർ തന്നെ പറയുന്നു. അങ്ങനെയാണ് മാധവൻ നായർ ഓടിപ്പോകുന്നത്. മാധവൻ നായർ നിലമ്പൂരെത്തുന്നു. അവിടുത്തെ ഒരു അഭയം പ്രാപിക്കുന്നത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. അത് അറിയിക്കണം. ആ മുസ്ലിം കുടുംബമാണ് മാധവൻ നായരെ രാത്രിയിൽ വള്ളത്തിൽ കയറ്റി ആരും അറിയാതെ കോഴിക്കോട് എത്തിക്കുന്നത്. ഇതൊക്കെ ചരിത്രമാണ്. ഈ ചരിത്രമൊക്കെ മൂടി വെച്ചിട്ട് അവരാണ് നല്ല മുസ്ലിങ്ങൾ. ആര്? ഈ കൊലയും മതമാറ്റവും നടത്തിയവരെ കൊന്നാറത്തങ്ങളെയും. എന്നാ കൊന്നാറത്തങ്ങളെ കുറിച്ച് ഇവർ മിണ്ടാത്തത്? നേരത്തെ പിടിച്ച് സുന്നത്ത് ചെയ്ത പരിപാടിയായിരുന്നു കൊന്നാറത്തങ്ങൾ. അയാളുടെ കുടുംബങ്ങൾക്കും ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തതാണ് മതമാറ്റത്തിന് വേണ്ടി. അതിന് വളം വെച്ച് കൊടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നാഗാളിക്കാവില് ഈ കൃത്യത്തില് വാര്യംകുന്നനും കൂടെ ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. കൃത്യമായിട്ട് റിപ്പോർട്ടാണ്.
ആ മനയുടെ മുമ്പിലേക്ക് ഹിന്ദുക്കളെ കൈകെട്ടി കൂട്ടിക്കൊണ്ട് വന്നിട്ട് ചോദിച്ചിട്ട് മതം മാറാൻ തയ്യാറായവർക്കൊക്കെ കുപ്പായം കൊടുക്കും, അതാണ് കുപ്പായമാണെന്ന് കൊടുക്കുക. എന്നിട്ട് സുന്നത്ത് ചെയ്യും. അവിടെ നിന്നല്ല സുന്നത്ത് ചെയ്തത്, കുന്നാർത്തങ്ങളുടെ അടുത്തേക്ക് വിടുകയാണ് ചെയ്തത്. അല്ലാത്തവരെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാവിലേക്ക് കൊണ്ടുപോയി കാവിലെ കിണർ ഇന്നുണ്ടാക്കാൻ കാവിലെ കിണർ അവിടെ ഉണ്ട്. എക്സ്കവേഷൻ തയ്യാറുണ്ടോ? ഞാൻ കോൺഗ്രസ്സുകാരോടൊക്കെ ചോദിക്കുകയാണ്, റെഡിയാണോ? അന്ന് ഈ നമ്മള് ഈ രാമക്ഷേത്രത്തിന് എക്സ്കവേഷൻ നടത്തിയതുപോലെ തുവ്വൂർ കിണർ ഇന്നൊരു ഒരു ഈ പറയുന്ന തീവ്ര നിലപാടുകാരുടെ കയ്യിലാണ് തുവ്വൂർ കിണർ നിൽക്കുന്ന സ്ഥലം. ഒന്ന് കുടിച്ചു നോക്കാവോ? സുപ്രീം കോടതിയിലൊക്കെ പോകാവോ? എനിക്ക് ചരിത്രത്തിന്റെ സത്യം പറയണമെന്ന് പറഞ്ഞ് ഈ നാഗാളിക്കാവും തുവ്വൂർ കിണർ ഒന്ന് കിളച്ച് മറിച്ചു നോക്കൂ. ഞാൻ സമയപരിമിതി മൂലം ഒന്ന് ഇടപെടുകയാണ് ശ്രീ അലി അക്ബർ. നമുക്ക് സുശീൽ ഗോപാൽ, കോൺഗ്രസ് പാർട്ടി ഭാരതത്തെ പടുത്തുയർത്തിയ, വികസനത്തിന് അടിത്തറ പാകിയ, ഈ രാജ്യത്ത് മതസൗഹാർദ്ദം എന്നും കാത്തുസൂക്ഷിച്ച വളരെ ചരിത്ര പ്രാധാന്യമുള്ള പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്. വളരെ മഹനീയങ്ങളായ നേതൃത്വങ്ങൾ, വ്യക്തിത്വങ്ങളുള്ള നേതൃത്വങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കോൺഗ്രസിനെതിരെ പലപ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിൽ ഉന്നയിക്കുന്ന ആരോപണം, ചില വിഷയങ്ങളിൽ പലപ്പോഴും നിഷ്പക്ഷതയോടെ, ചങ്കൂറ്റത്തോടെ കോൺഗ്രസ്സിന് നിലപാടെടുക്കുവാൻ സാധിക്കുന്നില്ല. ചില വിഭാഗങ്ങളെ പേടിച്ച്, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അല്ലെങ്കിൽ വോട്ടിനെ പേടിച്ചൊക്കെ നിഷ്പക്ഷതയോടെ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ശ്രീ സുശീൽ ഗോപാൽ? എന്ത് അടിസ്ഥാനത്തിലാണ് ജോർജി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിനകത്ത് കൃത്യമായി വസ്തുനിഷ്ഠമായുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിച്ചത്. കാരണം എനിക്കൊപ്പം സംസാരിച്ച, എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ പാനലിലുള്ള എല്ലാവരും സമ്മതിച്ച കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് കോൺഗ്രസിന്റെ ഈ കേരള സംസ്ഥാനത്തിനകത്ത് നേതാക്കന്മാരടക്കം കൃത്യമായി പറഞ്ഞിട്ടുള്ള നിലപാട് തന്നെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇതിനകത്ത് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വരായാലും അലി അക്ബർ സാർ ആയാലും എല്ലാവരും പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരം തന്നെയായിരുന്നു. ആ കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. പിന്നീട് അതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു ഏകാധിപത്യ രീതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന പല ആന്റി സോഷ്യലായ പ്രവണതകളും നടന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ നടന്ന ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ മാത്രം ഉയർത്തി കാണിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ അപകടകരമായി മാറുന്നതും അത് വിഷയങ്ങളായി മാറുന്നതൊക്കെ. ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് മോഡറേറ്റേഴ്സ് ഉണ്ടായിരുന്നു, എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ മേഖലകളിലും ആയുധമെടുത്ത് പോരാടിയവരുണ്ട്. ആയുധമെടുത്ത് ഇതിനകത്ത് ബ്രിട്ടീഷുകാരെ വിജയിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെ ആയുധമെടുത്ത് സിപാഹിമാർ ഇറങ്ങിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് രണ്ട് തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര മൂവ്മെന്റുകൾ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ നടന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്ന ഈ പറയുന്ന നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഹിന്ദുസും അല്ലെങ്കിൽ മുസ്ലിംസും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനകത്ത് മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തെ വേർതിരിച്ച് കാണിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നമ്മൾ ഒരു മോശമായ രീതിയിലേക്ക് ചർച്ചകളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. കാരണം സുശീൽ ഗോപാൽ, ചുരുക്കത്തിൽ ഈ വാര്യംകുന്നത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് തന്നെയാണോ താങ്കളുടെ അഭിപ്രായം? ആണ്, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വാര്യംകുന്നത്ത് ഉൾപ്പെടെയുള്ള, അതായത് മലബാർ കലാപത്തിന്റെ ഒരു ഹീറോ ആണ് എന്നുള്ളൊരു അഭിപ്രായമാണ് താങ്കൾക്കുള്ളത്. അതായത് ഇതിനകത്ത് വാര്യംകുന്നം മാത്രമല്ലല്ലോ, 100-ലധികം സ്വാതന്ത്ര്യ സമര സേനാനികൾ അല്ലെങ്കിൽ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ അടക്കം അംഗീകരിച്ച ഈ ലിസ്റ്റിനകത്തുള്ള ആളുകളെ നമ്മൾ അതിന്റെ ഇടയിലുണ്ടായ സംഭവങ്ങളുടെ പേരിൽ മാത്രം പറഞ്ഞുകൊണ്ട് അത് മൊത്തമായി അവരെ മാറ്റിയെടുത്തുന്ന രീതികളോട് എന്തായാലും എനിക്ക് യോജിപ്പില്ല. അവിടെയാണ് അതിലെ ഒരു ചലഞ്ച്. ഈ വാര്യംകുന്നൻ എന്ന ചരിത്ര വ്യക്തിത്വം ഇന്ത്യൻ ദേശീയത, ഇന്ത്യൻ സ്വാതന്ത്ര്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എന്നെങ്കിലും ഉയർത്തിപ്പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ തന്നെ പിന്തുണക്കാർ പറയുമെന്ന്. അദ്ദേഹം അന്ന് അതിനെ ഗാന്ധിജി കൂട്ടിക്കെട്ടി അതിന് ചരിത്രപരമായ പല വ്യാഖ്യാനങ്ങളും കൊള്ളാം. നമ്മുടെ രാഷ്ട്രപിതാവാണ്, നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, കാര്യം നമ്മുടെ രാഷ്ട്രപിതാവാണ്. പക്ഷേ വാര്യംകുന്നൻ എന്നാണ് ദേശീയതയുടെ അടയാളങ്ങളോ അല്ലെങ്കിൽ കാണുന്ന ഉയർത്തിപ്പിടിച്ചെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ അവിടെയാണ് വാര്യംകുന്നനുള്ള ഫോക്കസ് മിസ്പ്ലേസ്ഡ് ആണ്. വേണ്ട രീതിയിൽ ശ്രീ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ജി വളരെ മോഡറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ ഈ വേദന ഉൾക്കൊള്ളുന്നില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. ഇതൊരു താത്വിക ചർച്ചയല്ല, ഇതൊരു ചരിത്രത്തിനെ ഏതെങ്കിലും ഇഴകീറി പരിശോധിക്കുന്ന
അക്കാഡമിക് സെമിനാറോ കോളേജ് ഡിബേറ്റോ അല്ല. ഇതിന്റെ അനുഭവസ്ഥർ, അവരുടെ വേദന, അവരുടെ മുത്തശ്ശിമാർ, മുത്തശ്ശന്മാർ മരിച്ച വേദന, അവരുടെ കുടുംബങ്ങളില്ലാതെ വേദന ഇന്നും പേര് ജീവിക്കുന്നുണ്ട്. നാളെ അവരിൽ ഒരാൾ ഈ ചർച്ച കണ്ടാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം ഞങ്ങളുടെ വേദന ഉൾക്കൊണ്ടില്ല എന്ന് തോന്നും. അതുകൊണ്ടാണ് എന്റെ ഹൃദയം നീറിപ്പടയുന്നു എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയെ പോലും ശ്രീ അംബേദ്കറും ആനി ബെസന്റും ഒക്കെ വിമർശിക്കുന്നത്. ഗാന്ധിജി ആ വിമർശനങ്ങളെ ബഹുമാന വിമർശനം സ്വീകരിക്കുന്നുണ്ട്. അതായത് എന്റെ ഹൃദയം വേദനയോടെ നീറിപ്പടയുന്നു എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ നിലപാട് പോലും സ്ട്രോങ് ഇനഫ് അല്ല എന്ന ഫീലിംഗ് ഉണ്ടാവുമ്പോൾ വളരെ വേഗമായി, ശരിയാണ്, ഇത് വളരെ ലേയേർഡ് വിഷയമാണ്, ഇതിൽ സ്പർദ്ധ ഉണ്ടാക്കരുത്, പരസ്പര വിദ്വേഷം ഉണ്ടാകരുത്, അതൊക്കെ സത്യമാണ്. പക്ഷെ കുറെ കൂടി ഒരു നാഷണലിസ്റ്റിക് എന്ന് വിളിക്കുന്ന പൊസിഷൻ ഇന്ത്യയുടെ മുഖ്യധാര പ്രതിപക്ഷമായ മുഖ്യധാര പാർട്ടിയായ നമുക്ക് സ്വാതന്ത്ര്യ സമരം അടക്കം നയിച്ച കോൺഗ്രസിന് സാധിക്കുന്നില്ലെങ്കിൽ ചരിത്രത്തിൽ അത് കോൺഗ്രസ് ആത്മവിമർശനം നടത്തേണ്ടതോ പുനർചിന്തിക്കേണ്ടതോ ഒരു കാര്യമാണ്. അവസാനമായി ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, ശ്രീ രാഹുൽ ഈശ്വർ ഉന്നയിച്ചതുപോലെ ഒരു ദേശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു നിലപാടുകൾ പലപ്പോഴും ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടതല്ലേ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ? ഞാൻ അതിനു മുമ്പായിട്ട് ഇത്തരമൊരു വിഷയത്തില് നമ്മുടെ സമൂഹത്തിലെ സോക്കോൾഡ് മഹാബുദ്ധിജീവികളെല്ലാം നിശബ്ദരാണ് എന്നുള്ളത് എന്നെ അലോസരപ്പെടുത്തുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇവരൊക്കെ മൗനികളായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സത്യം എവിടെ ഉണ്ടെങ്കിലും അത് വിളിച്ചു പറയാനുള്ള ഒരു ആർജവും ഒരു ആത്മധൈര്യവും ഉള്ളവരായിരിക്കണം ഈ പറഞ്ഞ ബുദ്ധിജീവികൾ, സോക്കോൾഡ് മഹാബുദ്ധിജീവികളൊക്കെ. അവരെ ഞാൻ എങ്ങും കാണുന്നില്ല, ഈ ഒരു വിഷയത്തിൽ ഒരിടത്തും കാണുന്നില്ല. പിന്നെ ഒരിക്കലും കർഷക മുദ്രാവാക്യം ഉയർത്താത്ത, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യങ്ങൾ ഉയർത്താത്ത, ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്താത്ത, സമാധാനപ്രിയരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനെയും നശിപ്പിക്കാൻ ഒരുങ്ങിയ ഒരു വിഭാഗം ആളുകളുടെ ഒരു മതഭ്രാന്തും ബ്രിട്ടീഷ് വിരോധവും ചേർത്ത് വെച്ച ഒരു ചരിത്ര സംഭവം തന്നെയാണ് മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ ലഹള എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിനെ നമ്മൾ മഹത്വവൽക്കരിക്കുക അല്ല ചെയ്യുന്നതാണ് എനിക്ക് പിന്നെ പറയാറുള്ളത്. വേദനയോടുകൂടി നൊമ്പരത്തോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നിരവധി ആളുകളുണ്ട് ഈ നാട്ടിൽ. അത് എല്ലാ വിഭാഗങ്ങളിലുമുണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്, ഉയർത്തി കാണിക്കേണ്ടത്. മറിച്ച് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ മെസ്സേജുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ വീണ്ടും പ്രസിദ്ധീകരിച്ച് ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള ചർച്ചകളും ആഘോഷങ്ങളും ഉയർത്തിപ്പിടിക്കലുകളും അല്ല ആവശ്യം. ഞാനൊരു കാര്യം പറയും, എത്രയോ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗവാക്കായ ആളുകൾ തമസ്കരിക്കപ്പെട്ടു പോയിരിക്കുന്നു ഈ കേരളത്തിൽ തന്നെ. എന്തേ അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് ആരും മിണ്ടാത്തത്? എന്തേ അവരെ ഉപയോഗിക്കാത്തത്? അപ്പൊ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു രാജ്യത്തിന്റെ എന്താണോ ഒരു രാജ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഗുണകരമായിട്ടുള്ള അത്തരത്തിലുള്ള ആഘോഷങ്ങളാവണം ഇതൊക്കെ. മറിച്ച് 4 വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ 4 നയാ പൈസയ്ക്കോ വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലാവരുത്. അവിടെയാണ് ഇതിന്റെ അപജയം സംഭവിക്കുന്നത്. ഈ അപജയങ്ങളെ തീർച്ചയായിട്ടും തുടച്ചു മാറ്റിക്കൊണ്ട് ഇതിനകത്ത് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ശരിയുടെ കൂടെ നിൽക്കാൻ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് രാജ്യം നന്മയിലേക്ക് നയിക്കപ്പെടുക. അല്ലെങ്കിൽ എന്നും ഇത്തരത്തിലുള്ള വിഭാഗീയ ചിന്തകളുമായി ചർച്ചകളുമായി മുമ്പോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനായിരിക്കണം ഷെക്കൈന പോലുള്ള ചാനലുകൾ ഇത്തരം ചർച്ചകളിലൂടെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ച് അതിന്റെ സമൂഹത്തിൽ ചർച്ചയാക്കി അതിനെ ത്യാഗ്യ വിവേകത്തോടെ അതിൽ ഉരുത്തിരിയുന്ന യഥാർത്ഥ സത്യങ്ങളെ സമൂഹത്തിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതെന്നുള്ള ഒരു വാദത്തോടു കൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മലബാർ കലാപം, അതിന് പിന്നിലെ ക്രൂര ചെയ്തികളെ പറ്റി ഈ ഡിബേറ്റ് ചർച്ച ചെയ്യുകയായിരുന്നു. തെറ്റ് അത് ആര് ചെയ്താലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണം. ചരിത്രത്തിൽ സംഭവിച്ച കറുത്ത അധ്യായങ്ങളുടെ പേരിൽ സമൂഹത്തിൽ വിഭാഗീയത അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളെ നഖശികാന്തം നാം എതിർക്കപ്പെടണം. രാജ്യത്തിൻ്റെ നന്മയാകട്ടെ നമ്മുടെ ലക്ഷ്യം. ഈ ചർച്ചയിൽ വളരെ ക്രിയാത്മകമായി പങ്കെടുത്ത ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, ശ്രീ അലി അക്ബർ, ശ്രീ സുശീൽ ഗോപാൽ, ശ്രീ രാഹുൽ ഈശ്വർ, നന്ദി.